അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لسانه يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഭിവന്ദനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതനും സംഘടനാതലത്തിലൊക്കെ ആവേശവുമായ പ്രിയപ്പെട്ട യമാനി, വേദിയിലെ ഈ പ്രദേശത്തിൻ്റെ കരുത്തുറ്റ സംഘാടകരെ, സദസ്സിൽ ഒത്തുചേർന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജേഷ്ഠനുജ സഹോദരങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, മാന്യ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ തീർത്തും അവിചാരിതമായി ഈ പ്രദേശത്തെത്തുവാനും ഈ സന്തോഷ മുഹൂർത്തത്തിൽ അല്പനേരം നിങ്ങളോടൊപ്പം ചിലവഴിക്കാനും സാധിച്ചത് വലിയൊരു സൗഭാഗ്യമായി ഞാൻ കാണുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ പോരായ്മകൾ പരിഹരിച്ച് ഖബൂൽ ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുഅ്മിനായി കഴിയാനും മരണം ഖൈറാകുമ്പോൾ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് റാഹത്തോടെ കണ്ണടക്കാനും നമ്മൾക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, വെള്ളപ്പാണ്ട്, കുട്ടം, ട്യൂമർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് സാധുക്കളായി ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനെ, ശരീരം കീറി മുറിക്കേണ്ടി വരുന്ന, അവയവങ്ങൾ വെട്ടിമാറ്റേണ്ടി വരുന്ന, മരണശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളിൽ സാധുക്കളായി ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ, കിടക്കുന്നതിലൂടെ മൂത്രമൊഴിച്ച് മലവിസർജനം നടത്തി ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഭാരവും ബാധ്യതയുമായി ഒരു ദിവസം പോലും ഒരു പായത്തലയിൽ ഞങ്ങൾ നീ കിടത്തല്ല റഹ്മാനെ. ജീവിതം ഖൈറാകുന്നിടത്തോളം കാലം നിന്റെ താഴത്തിലായി ജീവിക്കുവാനും മരണം ഖൈറാകുമ്പോൾ കലിമ ചൊല്ലി പുഞ്ചിരിച്ച് സ്വർഗം കണ്ട് കണ്ണടക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ.
അല്ലാഹുവേ, ഞങ്ങളായി തീരാൻ, ഈ പ്രദേശം ഇത്രമേൽ സമർത്ഥമായി നിൽക്കാൻ കാരണക്കാരായ ഒട്ടനവധി ആളുകൾ ഖബറെന്ന കല്ലറക്കൂട്ടിലാണ് ഈ നിമിഷം കഴിയുന്നത്. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ് പോറ്റി വളർത്തിയ പുന്നാര ഉമ്മ ഖബറിലുണ്ട്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങളുടെ ഉപ്പമാർ ഖബറിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ ജീവിതം എല്ലാം ഇത്രമേൽ സമൃദ്ധമായി തീരാൻ കാരണമായത് കടൽ കടന്നുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ വിയർപ്പാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ തമ്പുരാനെ. ലോകത്തിന്റെ നാനാഭാഗത്തും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട് ഒരു വല്ലാത്ത തലത്തേക്ക് നീങ്ങുന്നതിൻ്റെ ഭയാശങ്കയിലാണ് ഞങ്ങളുള്ളത്. റഹ്മാനെ, ഈ നാടിൻ്റെ പൈതൃകം കാത്തുസൂക്ഷിച്ച് പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും മതമൈത്രിയും മതസ്വാതന്ത്ര്യവും കളിയാടുന്ന ഈ ഭാരതത്തിൻ്റെ മനോഹരമായ ഇന്നലകൾ ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നാടിൽ സ്നേഹവും സമാധാനവും സന്തോഷം വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റോഡ് നിൽക്കുന്ന ആളുകൾക്ക് വിഷമമില്ലെങ്കിൽ 1-2 സീറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. സംഘാടകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്പനേരം. മാത്രമല്ല, ഇൻഷാ അല്ലാ ഇന്ന് എന്നോട് സംസാരിക്കാൻ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ യമാനി ഉസ്താദ് സൂചിപ്പിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ്, സ്നേഹം, നിഷ്കപടമായ പ്രേമം നമുക്കെങ്ങനെ പ്രകടിപ്പിക്കാനാകും, അതിൻ്റെ ഗുണഫലം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. ആ സപ്ലിമെൻ്റൊക്കെ എല്ലാവരും മടക്കി വെക്കുക. സപ്ലിമെൻ്റൊക്കെ എടുത്തു വെക്കി. അതേപോലെ തന്നെ മുമ്പത്തെ ലൈനിൽ കുറച്ചൊന്ന് 2 സീറ്റുണ്ട്. കുറച്ചൊന്ന് മുമ്പോട്ടിരിക്കുക. നമ്മൾ ഈ പിന്നാക്ക സമുദായം എന്ന് പറഞ്ഞ് പുറകിലിരിക്കുന്നത് നമുക്ക് വലിയ താല്പര്യമായിട്ടെന്ന് തോന്നുന്നു. പ്രസംഗിക്കുന്നവർക്കാണെങ്കിലോ സദസ്സിൻ്റെ മുമ്പിൽ കസേര ഒഴിഞ്ഞാൽ ഈ മണവാട്ടിൻ്റെ മുമ്പിലെ പല്ല് പോയ പോലെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല. അങ്ങനെ അൽഹംദുലില്ലാ. വോളണ്ടിയേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. റോട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ കയറിയിരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. പലപ്പോഴും പുറകിൽ സീറ്റ് കാണാത്തതുകൊണ്ടായിരിക്കാം അവർ റോട്ടിൽ നിൽക്കുന്നത്. പിന്നെ 2 സൗകര്യമുണ്ട്. റോട്ടിലാവുമ്പോൾ വേഗം പോവാം, അത് സദസ്സിലാണെങ്കിലും പോവാം. അങ്ങനെ ഏകദേശം 170ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണം എനിക്ക് നിങ്ങൾ പ്രസംഗം കഴിഞ്ഞിട്ട്. നാളെ രാവിലെ ക്ലാസ്സും ഉണ്ട്. ഏതായാലും അൽഹംദുലില്ലാ, നിങ്ങൾ ഈ സന്തോഷം കണ്ടപ്പോൾ മാത്രമല്ല, ഞാൻ ഈ കയറി വരുന്ന വഴിക്ക് മഹാരഥന്മാരായ ഉസ്താദുമാരുടെ സ്മരണ നിലനിർത്തിയുള്ള ഗേറ്റ് എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത നന്മയുടെ സ്പാർക്ക് നൽകി. മഹാനായ കാളമ്പാടി ഉസ്താദ്, മഹാനായ ഹൈദ്രോസ് ഉസ്താദ്, മഹാനായ ശംസുൽ ഉലമ ഒക്കെ നമ്മുടെ മനസ്സുകളിലൂടെ ഒരു സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ ഒരാഴ്ചയോടെ നീണ്ടുനിന്ന് ഈ പരിപാടി സഹായകമാകുമ്പോൾ ചരിത്രബോധമില്ലാത്ത സമൂഹം അടിവേര് നട്ടപ്പെട്ട വടവൃക്ഷം പോലെയാണ്. അടിവേരില്ലെങ്കിൽ ഒരു മരത്തിന് ചെറിയ ഒരു കാറ്റുമതി അതിനെ കടപുഴകി വീഴ്ത്താൻ എന്ന സത്യം നാം അറിയുക. അതുകൊണ്ട് മഹാരഥന്മാരെ നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്ന പുണ്യസമസ്തയുടെ ഈ പതാകക്ക് കീഴിൽ വലിയ ആവേശത്തോടുകൂടി ഒരുമിക്കുന്ന ഒരു പറ്റം സഹോദര സഹോദരിമാരെ വളരെ അനുഗ്രഹീതമായൊരു ചരിത്ര നിമിഷത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി പുണ്യ റബീഇനെ വരവേൽക്കാൻ അവസരം നൽകിയ ഒരു രാത്രിയിലാണ് നമ്മളിവിടെ ഒരുമിക്കുന്നത്. അടുത്ത റബീഉൽ അവ്വലിൽ 1 സ്വീകരിക്കാൻ നമ്മിൽ ആർക്കൊക്കെ ഭാഗ്യമുണ്ടാകും എന്ന് പറയാൻ നമുക്കാർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. കഴിഞ്ഞ റബീഉൽ അവ്വൽ ഇതുപോലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഇന്ന് കഴിയുന്നത് ഖബറെന്ന കല്ലറക്കൂട്ടിലാണ്. അല്ലാഹു മരിച്ചുപോയവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ അന്ത്യം അല്ലാഹു ശുഭകരമാക്കി തീർക്കട്ടെ. അല്ലാഹുവേ, റോഡരികിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന
മരണശേഷം ഞങ്ങളുടെ വെട്ടിക്കീറപ്പെടേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട അവസ്ഥകളിൽ നിന്നൊക്കെ സാധുക്കളായി ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അനാഥമായ മയ്യത്തുകൾ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഖബറിലെത്തിയാലും ഞങ്ങളോട് സലാം ചൊല്ലാൻ ഞങ്ങളുടെ പൊന്നുമക്കളെ, പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഖബറിൻ്റെ അരികത്തേക്ക് എത്തിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പുണ്യ റബീഉൽ അംബിളിക്കീർ വാനലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന സന്തോഷത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖിനെ, സ്നേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്പനേരം നിങ്ങളോട് സംസാരിക്കാനാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തൗഫീഖായി ഞാൻ കാണുകയാണ്. മാത്രമല്ല, നല്ല ഈമാൻ സ്ഫുരിക്കുന്ന, നല്ല ദീനി ചൈതന്യമുള്ളൊരു സദസ്സിലാണ് ഈ വിനീതൻ നിൽക്കുന്നത് എന്നുള്ളതും എന്നെ വല്ലാത്ത ഒരു സന്തോഷത്തിലാഴ്ത്തുന്നു. അള്ളാഹു നമ്മുടെ ഈ സന്തോഷവും നമ്മുടെ ഈ ആവേശമെല്ലാം ഖിയാമം വരെ അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് പ്രധാനമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടെയാണ്. അതിലൊന്നാമത്തേത്, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ജമാലുദ്ദീൻ റൂമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മഴവെള്ളത്തിൽ വെള്ളം ഒലിച്ചു പോകുന്നത് പോലെയാണ്. വരിവെള്ളം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. മഴവെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ ചെറിയൊരു ഇല തടഞ്ഞാൽ മതി, അത് ടേൺ ഓവർ തിരിഞ്ഞു പോകും. എന്നാൽ ആരെങ്കിലും വന്ന് ആ ഇലയൊന്ന് ചെറിയൊരു മരക്കഷ്ണം എടുത്തൊന്നും തോണ്ടിക്കൊടുത്താൽ, ഒന്ന് മാറ്റിക്കൊടുത്താൽ വിൽ ബി സ്ട്രൈറ്റ്, എന്താകും? അത് ശരിയായിട്ട് പോകും. കൊശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം തിന്മയിലേക്ക് വഴുതിപ്പോകുമ്പോൾ അതിനെയൊക്കെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഉണർത്തുപാട്ടാണ് ഇത്തരം സദസ്സുകൾ. അതാണ് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആന്റെ സന്ദേശം എടുത്ത് നമ്മെ പഠിപ്പിച്ചത്. വദക്കിറു വ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ദക്കിർ എന്ന ഖുർആനിക പ്രയോഗത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനം അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, നിരന്തരമായി നിലനിൽക്കേണ്ട പ്രക്രിയയാണ്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനെ, ആദ്യ പ്രവാചകനായി ഭൂമുഖത്തേക്ക് അയക്കുമ്പോൾ കാലാന്തരങ്ങളിലൂടെ 1,00,000-ലേറെ വരുന്ന അമ്പിയാക്കളെ പടച്ച റബ്ബ് പറഞ്ഞയച്ചപ്പോ അവരെല്ലാം നന്മയുടെ ശാദ്വല തീരത്തേക്ക് അനയിക്കാൻ ലോകത്ത് സമാനതകളില്ലാതെ ത്യാഗം ചെയ്തവർ മുന്നോട്ട് പോയപ്പോ ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദൗത്യം പൂർത്തീകരിച്ചു പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അറിവനന്തരമെടുക്കേണ്ട ഉൾകിട്ടരായ എന്റെ പിന്മുറക്കാർ പണ്ഡിതന്മാരാ, അവരാ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കണേ എന്ന് പടച്ച റബ്ബ് നമ്മോട് പറയുമ്പോ, ഹബീബായ തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ, ലാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സ്വന്തം അഭിപ്രായം പറയില്ല. അതുകൊണ്ട് ആ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. സമൂഹം ദുഷിക്കുമ്പോ, ചുറ്റുപാട് മലിനപ്പെടുമ്പോ, തിന്മയുടെ ചളിക്കുഴിയിലേക്ക് ആപതിക്കുമ്പോ അരുതെന്ന് പറയാൻ സമൂഹത്തിൽ നന്മയുടെ വാക്താക്കൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ബനു ഇസ്രായേലികളിൽ അല്ലാഹു തആല ചെയ്ത പോലെ ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കരുത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് കുതന്ത്രത്തിലൂടെ മത്സ്യത്തെ തടഞ്ഞുവെക്കാൻ ബനു ഇസ്രായേലികൾ ശ്രമിച്ചപ്പോ അവിടുത്തെ പണ്ഡിതന്മാരിൽ നല്ലൊരു സംഘം അതിന് കൂട്ടുനിന്നപ്പോ മൗനം നീട്ടിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ മുഴുവൻ പിടികൂടി, കൂനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങൾ നിന്ദരായ കുരങ്ങായി മാറണേ എന്ന് റബ്ബിന്റെ കൽപ്പന വരികയും നിസ്സാരരായി മരണപ്പെടുകയും ലോകത്ത് നാമാവിശേഷമായി പോവുകയും ചെയ്തുവെങ്കിൽ തിന്മ ചെയ്യുന്നത് പോലെയാ തിന്മ കാണുമ്പോൾ അരുതെന്ന് പറയാൻ ആളില്ലാതാവുക. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഈ ഉത്തമ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക.
സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആസ്വാദനത്തിന്റെ മത്ത് പിടിച്ചുകൊണ്ട് ആലസ്യത്തിന്റെ മൂടുപടമണിഞ്ഞ് നിഷ്ക്രിയത്വത്തിന്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് ഈ ഉമ്മത്ത് ആപതിച്ചു പോകുമ്പോ അവരെ കൈപിടിച്ചുകൊണ്ട് അരുത് മക്കളെ, കർമ്മ നൈരന്തര്യത്തിന്റെ നല്ല പാഠമാ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് എന്നൊന്ന് തെര്യപ്പെടുത്താൻ ഈ സദസ്സിനായാൽ അൽഹംദുലില്ലാഹ് ധന്യമാണ്. റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് തിന്മയിൽ നിന്ന് ചെറിയൊരു കൂച്ചുവിലങ്ങിടാൻ, നന്മയിലേക്ക് ചെറിയൊരു ഇൻസ്പിറേഷൻ നൽകാൻ, ചെറിയൊരു പ്രോത്സാഹനം പ്രചോദനം നൽകാൻ ഈ സദസ്സിനായാൽ ഈ മക്കൾ അധ്വാനം ഫലപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. കേവലം നിങ്ങളോട് മാത്രമല്ല പറയുന്ന ഞങ്ങളോടും ഇങ്ങനെയാണ്. തുണി അലക്കുമ്പോൾ കല്ലും വെളുക്കും എന്ന് പറയാറുണ്ട്. തുണി അലക്കുമ്പോൾ കല്ലും വെളുക്കും അല്ലേ? തുണി വെളുക്കാനാണ് അലക്കുന്നതെങ്കിലും കൂട്ടത്തിൽ കല്ലും അലക്കുകാരിയുടെ കയ്യും അലക്കുകാരൻ്റെ കയ്യും ഒക്കെ എന്ന പോലെ പറയുന്ന ഞങ്ങളുടെയും ജീവിതത്തിൽ നന്മയുടെ ഒരു വെളിച്ചവും മാറ്റവും ഉണ്ടാവണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒരു വോൾട്ടേജ് കമ്മിയൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. നല്ല സദസ്സാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് എയിം, നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു നന്മ ഇന്നത്തെ വഅ്ള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്നലെ വരെ നമ്മുടെ മനസ്സിനെ മോശമാക്കിയ, കർമ്മങ്ങളെ മലീമസമാക്കി എന്തെങ്കിലും ഒരു തിന്മയിൽ നിന്ന് രാജിയാവാൻ ഈ സദസ്സിനായാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ അധ്വാനം ഫലപ്പെട്ടു. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ചും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു ക്യാമ്പയിൻ മദീന പാഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല, വലിയൊരു കർമ്മ പദ്ധതിക്ക്, ഒരു വലിയൊരു പ്രോജക്റ്റിന് ഇവിടെ ശിലപാവുകയാണ്. ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിക് സെൻറ്റർ, കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ, നന്മയുടെ ഒരു നല്ല ഒരു സ്മാരകം ഇവിടെ വരാൻ പോകുന്നു. റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ. മണ്ണിന് പൊന്നിൻ്റെ വിലയുള്ള കാലത്ത് ഈ നന്മക്ക് വേണ്ടി സൗജന്യമായി മണ്ണ് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ മണിമാളിക അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ. ഈ നാട്ടിൽ വലിയ നന്മയുണ്ട്. ഞാൻ ഈ വേദിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് കുറച്ച് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചെങ്കിൽ 4 മണിക്ക് വിടേണ്ട കോളേജിൽ നിന്ന് മൂപ്പർ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ 3 മണിക്ക് മെല്ലെ എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറാൻ വെക്കുമ്പോഴത്തേക്ക് മൂപ്പര കോള് വരും, സദേ വേഗം പോര്. എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു പള്ളിയിൽ കയറാനും പോലും സ്വൈര്യം തന്നിട്ടില്ല. ഏതായിരുന്നാലും കാരണം മൂപ്പര പറഞ്ഞിട്ട് കാര്യമില്ല, എത്തൂല എന്നുള്ളൊരു പേടി. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് അവിടെ എത്തിച്ചേർന്നു. വളരെ ഹൃദയം കൊണ്ട് വിളമ്പുകയും ഹൃദയം കൊണ്ട് സൽക്കരിക്കുകയും ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് അലി, അള്ളാഹു ആ കുടുംബത്തിന് സ്വർഗത്തിന് ഭക്ഷണം നൽകട്ടെ. നല്ലോണം ആമീൻ പറയും. വല്ലാണ്ട് സൽക്കരിച്ചിട്ടുണ്ട് ഞങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കട്ടെ. ആ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. മക്കൾക്കെല്ലാം ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നല്ല വിജയം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യുക. സാധാരണ സൽക്കാരം പോലെയല്ല, കൈകൊണ്ടല്ല ഹൃദയം കൊണ്ട് വിളമ്പുന്ന ആളുകളുണ്ട്. അതൊരു വലിയ തൗഫീഖാണ്. ഏതായാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. പുണ്യസമസ്തയുടെ തണലിൽ നിൽക്കാനാവുക നോർത്ത് ഇന്ത്യൻ മുസ്ലിമുകൾക്ക് കിട്ടാത്ത സൗഭാഗ്യമാണിത്. കേരളക്കരയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നാളെ ബംഗാളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നായകൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സ്ഥാപിക്കാൻ കടന്നു പോകുമ്പോൾ 9 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിം നവാബുമാർ, ചക്രവർത്തിമാർ ഭരണം നടത്തിയ മണ്ണിൽ ഇസ്ലാമിന്റെ നന്മയുടെ വിളക്ക് കത്തിക്കാൻ കേരളക്കരയിൽ നമ്മുടെ നായകൻ കടന്നു ചെല്ലുമ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ എത്ര ഭാഗ്യവാനാണ്. അറബ് ലോകത്തുനിന്ന് കടന്നു വരുന്ന ആളുകൾ കൗതുകത്തോടെ നോക്കുകയാണ്. പടച്ചവനെ, കേരളത്തിലുള്ള നന്മ എത്രയാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ, നന്ദി ദാറുസ്സലാമിന്റെ കടമേര് റഹ്മാനിയയുടെ,
അതേപോലെ തന്നെ വാഫി സംവിധാനത്തിന്റെ അക്ഷരമുറ്റത്തേക്ക് കടന്നു വരുന്ന അറബികൾ കൗതുകത്തോടെ നോക്കുകയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനും ജീവിതത്തിനും പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്കും വേദിയൊരുക്കിയ അറബ് നാട്ടിൽ കാണാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ദീനിന്റെ ചൈതന്യം ഈ കൈരളിക്ക് സമ്മാനിച്ചത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും അതേപോലെ തന്നെ ദീർഘദൃഷ്ടിയുള്ള ഉമറാക്കളുടെയും കൂട്ടായ്മയാണ് പുണ്യസമസ്തയാം. ഇതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ നമ്മുടെ സ്നേഹിതന്മാർ നമ്മളൊക്കെ തന്നെയും പല പരിപാടികൾക്കുമായി പോയിട്ടുണ്ട്. ആന്ധ്രയിലെ സ്ഥാപനം സ്ഥാപിക്കാൻ അന്ന് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ, ചെറുശ്ശേരി ഉസ്താദിൻ്റെ കൂടെ അതിന് തറക്കല്ലിടാൻ പോകാൻ ഈ വിനീതൻ അവസരം കിട്ടിയിട്ടുണ്ട് പൊങ്കന്നൂരിൽ. അന്ന് അവിടുത്തെ ആളുകൾ ശിലാസ്ഥാപനം നിർവഹിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, കൃഷിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, മഴ കിട്ടിയിട്ടില്ല, വല്ലാത്ത വിഷമത്തിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ദുആ ചെയ്തു, ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. വെല്ലൂരെത്തിയപ്പോഴത്തേക്ക് മഴ പെയ്തു. ഇത് കഥയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അവരുടെ ആവശ്യങ്ങൾ, ദീനിയായ ദുന്യവിയായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരമുയർത്തി ദുആ ചെയ്താൽ പടച്ചറബി മഹാന്മാർക്കത് സാധിപ്പിച്ചു കൊടുക്കുകയാ. അതിൻ്റെ ഒരു ചെറിയ, ഈ വലിയ ഒരു ട്രെയിനിൻ്റെ ഒരു കൊച്ചു കമ്പാർട്ട്മെൻ്റ് ആവാൻ, ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ ചെറിയൊരു ഇലയാവാൻ, ഒരു തളിരാവാൻ നമുക്കായാൽ അൽഹംദുലില്ലാ അത് വലിയ സൗഭാഗ്യമാണ്. എന്താണെന്നറിയോ നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിതി? ഇപ്പോൾ ഉത്തരേന്ത്യ അറിയാൻ അങ്ങോട്ട് പോകേണ്ട, ഉത്തരേന്ത്യയൊക്കെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇപ്പോൾ നോട്ടുകൊണ്ട് കുറേ എണ്ണം പോയി. അതല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ രാവിലെ ടൗണിൽ ഇറങ്ങിയാൽ കൽക്കത്ത ടൗണാണോ എന്ന് സംശയിച്ചു പോകും. മലയാളം പറയുന്ന ഒരു പടപ്പിനെ കാണാനില്ല. ഇവിടുത്തെ സ്ഥിതി എന്താ അല്ലേ? ഇപ്പോൾ കാളികാവ് കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ ഷോപ്പുകാരുണ്ട്, ഗിരീഷ്, എൻ്റെ സ്നേഹിതനാണ്. അവനുണ്ട് ഹിന്ദി പാടാവലി എടുത്ത് വായിച്ചു തീർക്കണം. ഏകദേശം ഒരു 19 വയസ്സുണ്ടാവും. ഞാൻ അവനോട് ചോദിച്ചു, അല്ല മോനെ, ഈ മരിക്കാൻ കാലത്തപ്പോ ഭാഷ പഠിക്കുന്നത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ 9 മണി വരെയുള്ള കച്ചവടം മുഴുവനും ബംഗാളികളുടെ, മിനിമം നമ്പറെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ കാശ് പോവാൻ. മലയാളികൾ വരുന്നില്ല. രാത്രി ഞാനൊക്കെ എൻ്റെ ഡ്രൈവറൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, വഴി ചോദിക്കാൻ ഒരു മലയാളിനെ കാണൂല. എന്നെ വഴി ചോദിക്കാൻ റൂട്ട് മലയാളിനെ കാണില്ല. ഇനി വല്ല മലയാളികളുണ്ടെങ്കിൽ ഓലെ കയ്യിൽ 3 മൊബൈലേക്കാരും, പിന്നെ ഓരോട് ചോദിക്കുന്നതന്നെ ഓൽക്ക് ദേശീയ എന്നെ അതിങ്ങനെ തോണ്ടിയിരിക്കുക. അൽഹംദുലില്ലാ. നമ്മൾ ഓർക്കണേ, നമ്മുടെ ഉത്തരേന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങളുടെ സ്ഥിതി എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ലക്ഷക്കണക്കായ അന്യസംസ്ഥാന തൊഴിലാളികളിൽ മഹാഭൂരിപക്ഷം ഈ ഉമ്മത്തിന്റെ പ്രാതിനിധ്യം പേരുകൊണ്ട് അവകാശപ്പെടാൻ കഴിയുന്നവരാ. ഞാൻ കാളികാവ് പള്ളിയിൽ ഖുത്ബ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഓട്ടോ ഡ്രൈവറായ ഒരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ആ ജനലൊന്ന് തുറന്നു നോക്ക്. ഞാൻ ജനൽ തുറന്നു. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത ബഹുനില കെട്ടിടത്തിൻ്റെ സീലിംഗ് തേച്ചുകൊണ്ടിരിക്കുന്ന, പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പണിക്കാരെ കണ്ടു. ഈ ഓട്ടോ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഉസ്താദേ അതിൽ മുഴുവൻ മുസ്ലിമീങ്ങളാണ്, ജുമുഅൻ്റെ സമയമാണ്, ആ പഹയന്മാർ ഭക്ഷണത്തിനും കൂടെ ഒന്ന് കയറിയിട്ടില്ല. ഇനി നിസ്കരിക്കാൻ വരുന്നില്ലെങ്കിലും ആ ജോലി സ്ഥലത്തൊന്ന് മാറിക്കാണെങ്കിൽ ഉമ്മത്തിന് വലിയ മാനക്കേടുണ്ടാവില്ലായിരുന്നു. ഉസ്താദിന് കുറച്ച് ഉറുദുവൊക്കെ അറിയാലോ, ഒന്ന് ചെന്നിട്ട് ഒരു ചെറിയ നസീഹത്ത് നടത്തിക്കൂടെ? അപ്പം ഞാൻ പറഞ്ഞു, ഈ ജുമുഅ തുടങ്ങാൻ നേരത്തെ എന്ത് ചെയ്യാനോടോ? ഇതിന് ഖുത്ബ കഴിഞ്ഞു. ഖുത്ബ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിച്ചെന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മുള കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് സീലിംഗ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടതോടുകൂടെ എല്ലാവർക്കും കൂടെ കുർണി എന്നാണ് ചട്ടകത്തിന് പറഞ്ഞേക്കുക. ചട്ടകവും അവിടെ ചട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ കൂടി നിലത്തിറങ്ങിയിട്ട് കൈയൊക്കെ കഴുകി തുടച്ചിട്ട് കുനിഞ്ഞെന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നാണ്. നല്ല തക്കുവെള്ള സലാം. എനിക്കാണെങ്കിൽ സലാം മടക്കാൻ ചെറിയൊരു പേടി, ഏതാ ജാതി എന്നറിയില്ലല്ലോ. ഏതായിരുന്നാലും ഞാൻ സലാം മടക്കി. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, തുമാര നാം ക്യാ ഹെ ഭായ്, എൻ്റെ മോനെ നിൻ്റെ പേര്? അയാൾ പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖുദ്ദൂസ് ജാവേദ ഹസൻ. ഞാൻ തന്നെയാണ് ബേജാറായി. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖുദ്ദൂസ് ജാവേദ ഹസൻ. ഞാൻ ചോദിച്ചു, തും ലോഗ് മുസൽമാനോ, നിങ്ങളൊക്കെ
അപ്പം ഞാൻ ചോദിച്ചു, ഇത് പള്ളിയല്ലേ, മിനാരല്ലേ കാണുന്നത്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഒന്ന് ജുമുഅക്കെങ്കിലും ഒന്ന് പോന്നൂടെ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹം ലോഗ് ഐസായെ കാം കർണ വാലെ കാം കർ രേ, നമാസ് പഠന വാലെ നമാസ് രേ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, നിസ്കരിക്കണമല്ലോ നിസ്കരിക്കും, ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യും, അല്ലാതെ ഞങ്ങൾ ഇതുവരെ പള്ളി പോകാറില്ല. ഒരു 10-60 വയസ്സ് തോന്നിക്ക് 50 വയസ്സിൻ്റെ മുകളിലുള്ള താടിയും നീളം താടിയും തൊപ്പിയിട്ടൊരാൾ കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തുമ്പി നയി ഗയാബ, ഇങ്ങളും പോയില്ലേ പള്ളിക്ക്? അയാൾ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മേ ഇസി തക്ക് മസ്ജിദ് മേ നയി ഗയാ, ഞാൻ ഇതുവരെ പള്ളി പോയിട്ടില്ല. ഇത് വാസ്തവത്തിൽ ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കി. നോക്കണേ നിങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്ത് 5 വയസ്സായ ഒരു പിഞ്ചു പൈതൽ ഇങ്ങനെ വളർന്നു വരുമ്പോ നമ്മൾക്ക് ആദ്യം തോന്നും, പടച്ചവനെ LKG അയക്കുമ്പോ എന്റെ കുട്ടിക്ക് ബിസ്മി ഓതാൻ അറിയണം, ഫാത്തിഹ ഓതാൻ അറിയണം, നിസ്കരിക്കാൻ അറിയണം. ഇസ്ലാമിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ മദ്രസയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിപ്പഠിപ്പിക്കുവാനും അത് ജീവിതത്തിൽ നിലനിർത്താനും നമ്മൾ ശ്രമിക്കുന്ന ഈ സംസ്കാരമുണ്ടല്ലോ, അത് പുണ്യസമസ്ത തന്നതാ. അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയോടുള്ള കടപ്പാട് അലിഫ് പഠിപ്പിച്ചു തന്ന സമസ്തയോട് കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാം. മുലപ്പാല് തരുന്ന ഉമ്മ അത് ശരീര വളർച്ചക്ക് ആദ്യത്തെ അന്നമാണ്. എന്നാൽ അലിഫ് പഠിപ്പിച്ചെന്നത് ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ മുലപ്പാലാണ്. അലിഫ് രണ്ടും ഒരുപോലെയാണ്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? മുലപ്പാല് തരുന്ന അമ്മിഞ്ഞപ്പാല് തരുന്ന ഉമ്മയോടുള്ള കടപ്പാട്, അലിഫ് പഠിപ്പിച്ചു തരുന്ന ഗുരുനാഥന്മാരോട്, സമസ്തയോട്, ഉസ്താദുമാരോട്, സ്ഥാപനങ്ങളോട് കാണിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. എനിക്ക് തോന്നുന്നത് മുലപ്പാലിനേക്കാളും പ്രാധാന്യം എന്തിനുണ്ട്? അലിഫിനുണ്ട്. കാരണം മുലപ്പ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ പുഴുവിന് തിന്നാനുള്ളതാണ്. ആത്മാവ് അനശ്വരമാണ്. ആത്മാവ് അപ്പോഴും അനശ്വരമാവുകയാണ്. അഥവാ ശരീരത്തെക്കാളേറെ പ്രാധാന്യം ആത്മാവിന് കൊടുക്കുകയാണ്. അതാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കുറെ മക്കളെ കൊടുത്ത് ബാപ്പയെ ആദരിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് കുറെ ശിഷ്യന്മാരെ കൊടുത്തിട്ട് ഉസ്താദിനെ ആദരിക്കണമെന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയാനുണ്ടായ കാരണം ഒരു പിതൃത്വത്തെക്കാളും സ്ഥാപന പ്രാധാന്യം ഒരു ഗുരുത്വത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാ. മനസ്സിലായുണ്ടോ? ആദം നബി കുറെ കുട്ടികളെ കൊടുത്തിട്ട് ബാപ്പാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തു? കുറെ ശിഷ്യന്മാരെ കൊടുത്തിട്ട് ഉസ്താദിന്റെ മുമ്പ് പോയിട്ട് ഫസ്ജുദൂ ലി ആദമ, നിങ്ങളെല്ലാം ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യണേ. ഫസജദൂ, എല്ലാ അനുസരണയുള്ള അച്ചടക്കമുള്ള എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നോ അബാ വസ്തക്ബറ, അനുസരിച്ചില്ല എന്ന് മാത്രമല്ല അഹങ്കരിക്കുകയും ചെയ്തു. ഉസ്താദുമാരെക്കാളും വലിയ ശിഷ്യന്മാർ വളർന്നാൽ അത് നന്ദികേടിന്റെ ഭാഗമാണ്. റബ്ബ് തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അത് ഇബ്ലീസിന്റെ ത്വരീഖാണ്. റബ്ബ് തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. പുണ്യസമസ്തയുടെ വഴി ഉസ്താദുമാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആദം നബി അലൈഹി സ്വലാമിൻ്റെയും മലായിക്കത്തിൻ്റെയും അവിടെ നിന്ന് ആരംഭിക്കുന്ന അമ്പിയാക്കളുടെയും സ്വഹാബത്തിൻ്റെയും താബീങ്ങളുടെയും സലഫ് സാലിഹീങ്ങളുടെയും വഴിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടേത്. റബ്ബ് നമുക്ക് അതിൻ്റെ ത്വരീഖ് നിലനിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താ ഇപ്പോൾ? എന്നിട്ട് അതിൽ മുഹമ്മദ് റൈഹാൻ സിദ്ദീഖറിന് ഒരുത്തുണ്ടായിരുന്നു. ഈ 19 ആളിൽ അവരെ ഞാൻ ബംഗാളി ക്യാമ്പുകൾ 5 കൊല്ലം മുമ്പാണത്, 4 കൊല്ലം മുമ്പ് ഞാൻ ആ ബംഗാളിയിൽ ഏകദേശം 6 റൂമിൽ ചെന്നു. 65 ആളെ കിട്ടി. ഞാൻ പറഞ്ഞു, ആ ഷാം തക്ക് ഇന്ന് വൈകുന്നേരത്തെ എല്ലാവരും പള്ളിയിൽ വരണം. വഹാ മുറുകി റോട്ടി ബി ഹോദർ, അവിടെ നല്ല കോയും പൊറാട്ടി ഉണ്ട്. ഒരുത്തൻ ചോദിച്ചു, അർജുൻ ഹോഗ എന്നുണ്ടാവുക ചോദിച്ചു. ആദ്യം ഹോഗ ഇന്നുണ്ടാവും, നാളത്തെ കാര്യം പള്ളിയിൽ നിന്ന് പറയാറുണ്ട്. 7 മണിയാകുമ്പോഴത്തേന് എല്ലാവരും കൂടെ പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര രസമുണ്ടായി. കുറേ ആൾക്കാർ കാലഴുകി കയറി, കുറേ ആൾക്കാർ ഉതുണ്ടാക്കി കയറി, ആൾക്കാർ നേരിട്ട് വന്ന് കയറി. അകത്തെ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ കുറച്ച് കാരണന്മാർ ഖുർആൻ ഓതി കുത്തിറക്കുന്നുണ്ട്. 7 മണിയായിരുന്നു. ഇവരെന്ത് വെച്ചെങ്കിൽ 4 ചുമരുമക്കും തിരിച്ചിട്ടാണ് തക്ബീർ കെട്ടി. കാരണന്മാർക്ക് ദേഷ്യം പിടിക്കാൻ എങ്ങോട്ടേലും പോണോ? ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഉസ്താദ് എന്തേതാ തരീക്കത്ത് വെച്ചു.
അപ്പം ഞാൻ പറഞ്ഞു, ഇത് ത്വരീക്കത്തൊന്നുമല്ല, മലപ്പുറം കൂടിയല്ലേ, ഇത് ത്വരീക്കത്തൊന്നുമല്ല, അവരെങ്ങനെയെങ്കിലുമൊക്കെ കുമ്പിടട്ടെ, കുറച്ച് കഴിഞ്ഞൊക്കെ ശരിയായിക്കോളും. ഞാൻ പള്ളീൻ്റെ മുകളിൽ കൊണ്ടുപോയി. അൽഹംദുലില്ലാ 6 ദിവസത്തെ ക്യാമ്പ് നടത്തി. എൻ്റെ സ്നേഹിതൻ മുസ്തഫ ഉദവി അരൂര്, ഇവിടെ അടുത്താന്ന് തോന്നുന്നുണ്ട് എനിക്ക്, അതേപോലെ തന്നെ സി ഹംസ സാഹിബ്, ഞാൻ, അങ്ങനെ 2-3 ആളുകൾ കൂടിയിട്ട് ഞങ്ങൾ 6 ദിവസത്തെ ക്യാമ്പ് നടത്തി. ബംഗാളികൾക്ക് 65 ആളുകൾക്ക്. വലിയ ക്യാമ്പൊന്നുമല്ല, നിസ്കരിക്കാൻ പഠിപ്പിക്കുക, ഫാത്തിഹ സൂറത്ത് ചൊല്ലി പഠിപ്പിക്കുക, ഒളുണ്ടാക്കി കൊടുക്കുക, ചെറിയ 10 സൂറത്തുകളും പഠിപ്പിക്കുക. സൂറത്ത് പഠിപ്പിക്കാൻ വല്ലാണ്ട് ഇടങ്ങാറായി. അപ്പം മൊബൈലിക്ക് ബ്ലൂടൂത്ത് ചെയ്തു. പിറ്റേന്ന് അഹമ്മദ് പറഞ്ഞൊരു കോണ്ടാക്ടർ ഉണ്ട്, ഉസ്താദ് നിങ്ങൾ എന്ത് കൂടോത്ര ചെയ്തിരിക്കണം, ഇറ്റങ്ങൾ ഇതിങ്ങനെ ഖുർആൻ കേട്ടിട്ടാണല്ലോ ഈ പണിയൊക്കെ എടുക്കേണ്ടത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ട് എടുത്തോട്ടെ. അൽഹംദുലില്ലാ വലിയ മാറ്റം ഉണ്ടായി. അതിൽ മുഹമ്മദ് റൈഹാൻ സിദ്ദീഖ് പറഞ്ഞ ഒരുത്തൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് മേ മുല്ലാജി ഓത്തായായിരുന്നു, ഞാൻ അപ്പം മൊല്ലാക്കേക്കണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നിസ്കരിക്കാൻ കഴിയാത്തവനെങ്ങനെ മൊല്ലാക്കയായത്? അപ്പം ചോദിച്ചു, കിസിലെ എങ്ങനെ ആയത് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞ മാസം നാട്ടിൽ പോയിട്ടുണ്ട്. നാട്ടിൽ പോയപ്പോൾ വീടിൻ്റെ പരിസരത്തുള്ള 10 വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് നിസ്കാരം പഠിപ്പിച്ചിട്ടാണ് ഓൻ വന്നിട്ടത്. ഓ ലോക് മേനെ മുല്ലാജി മുല്ലാത്ത എന്നെ മുല്ലാക്കാന്ന്, അപ്പം മൊല്ലാജി എന്നാണ് വിളിക്കണത്. ഞാൻ ഇപ്പം നാട്ടിലെ മൊല്ലാക്ക അയക്കണം, ഇവിടെ പടവും പണിക്കൊന്നതാ. ഞാൻ പറഞ്ഞു വരുന്ന സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യം എത്രയാ! അറബ് ലോകത്ത് കാണാൻ കഴിയാത്ത ചൈതന്യം 1970-കളിലൊക്കെ 80-കളിലൊക്കെ സൗദി അറേബ്യയിൽ പോയവർക്കറിയാം, അറബ് ലോകത്ത് പോയവർക്കറിയാം. അറബികൾക്ക് അറബി വായിക്കാൻ കഴിയാത്ത കാലമാം. സൗദി അറേബ്യയിൽ 87 നടത്തിയ സർവേ അനുസരിച്ചുകൊണ്ട് 47% സാക്ഷരത. 100 ആളുള്ളിടത്ത് 53 ആളുകൾക്ക് ഫാത്തിഹ വായിക്കാൻ, അലിഫ് വായിക്കാൻ കഴിയാത്തവരാ. എന്നാൽ 1930-കളിൽ മലബാറിന്റെ ചരിത്രം എഴുതിയ ബ്രിട്ടീഷുകാരൻ പറയുകയാ, മലബാറിലെ മാപ്പിള മക്കൾക്ക് മലയാളം അറിഞ്ഞോളണമെന്നില്ല, മാത്തമാറ്റിക്സ് വശമുണ്ടാവണമെന്നില്ല, സയൻസ് പഠിച്ചോളണമെന്നില്ല, ഇംഗ്ലീഷ് വായിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ അറബിയും അറബി മലയാളം അവർ പഠിച്ചു കാണോ? അത് പരമ്പരാഗതമായ അവർ സാംസ്കാരിക ഭാഷ സ്വയത്തമാക്കിയിട്ടുണ്ട്. അറബിയിൽ 100% സാക്ഷരത കൈവരിക്കാൻ 1930-ൽ മലബാറിലെ മാപ്പിള മക്കൾക്ക് കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചെന്ന വഴി വെളിച്ചത്തിന്റെ പുണ്യമാണ്. അല്ലാഹു തആല ഖിയാം വരെ നിലനിർത്തി തരട്ടെ. ഇതില്ല ഉത്തരേന്ത്യയിൽ പോയാൽ. ബ്രഹ്മപുത്ര നദീതീരങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നേഹിതന്മാർ പരിചയപ്പെട്ടു. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കാല് മുതൽ തല വരെ ഒരു തുണിയിൽ ഇങ്ങനെ ചുറ്റുന്നു കണ്ടു. വെച്ചു, തുംലോ ക്യാ കർറേ, നിങ്ങൾ എന്ത് പണിയാ കാട്ടണോ ചോദിച്ചു. അവർ അംലോ ഗൈസ, ഞങ്ങൾ ഇങ്ങനെ തന്നെ കാട്ടാ. അപ്പം മരിച്ച മയ്യത്തിന് എന്താ ചെയ്യാന്ന് ചോദിച്ചു. ബെഡിയിലമ്പ ഞങ്ങൾ വലിയൊരു തുണിയെടുക്കും, എന്നിട്ട് കാല് മുതൽ തല വരെ ചുറ്റും, എന്നിട്ട് ഞങ്ങൾ ഈ മയ്യത്തിനെ താങ്ങിയെടുത്ത് പോകും. ബ്രഹ്മപുത്ര നദിയിലേക്ക് ഒരു തോണി കൊണ്ടുപോയിട്ട് നടുക്കുണ്ടായിട്ട് ഒരു കല്ല് കെട്ടിയിട്ട് ഇട്ടും നട്ടണ്ടിടും. മയ്യത്ത് കുളിപ്പിക്കലില്ല, നിസ്കാരമില്ല, ഖബറടക്കമില്ല. സിയാറത്തിന് ഖബർ എവിടെന്നറിയാതെ പകുതി അഴുകിയ മയ്യത്തുകൾ ബ്രഹ്മപുത്ര നദിയിൽ ഒഴുകിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണ്ട, അത് ഉമ്മത്തിൻ്റെതാണത്ര സഹോദരങ്ങളെ. മരണാനന്തര ചടങ്ങുകളെ കുറിച്ച് ബോധ്യമില്ല, അലിഫ് വായിക്കാൻ കഴിയാതെ ജീവിതത്തിൽ 50 വയസ്സ് വരെ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറയുന്ന മുസൽമാൻ ജീവിക്കുമ്പോ അവിടേക്കിടാ ദീനിന്റെ വെളിച്ചമെത്തിക്കാൻ നമ്മുടെ നായകന്മാർ കടന്നു പോവുകയാണ്. ദാറുൽ ഹുദായുടെ ഓഫ് ക്യാമ്പസുകൾ വരുന്നു, വാഫി സംവിധാനത്തിന്റെ, അതേപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ, സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സെട്ടികൾ, പരമ്പരാഗതമായ വിദ്യാഭ്യാസ, ഇസ്ലാമികമായ വിദ്യാഭ്യാസത്തിന്റെ ശൈലി സമ്പ്രദായങ്ങൾ പഠിച്ചു വളർന്ന അൽഹംദുലില്ലാ അതിന്റെ ഗുണഫലം നോർത്ത് ഇന്ത്യയിലേക്ക്, അറബ് ലോകത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ KSF-ന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മളൊക്കെ പടച്ചവൻ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഞാൻ വെറുതെ പറയില്ല. അറബ് ലോകത്ത് ഈ സ്വാതന്ത്ര്യമുണ്ടോ, ഈ സൗകര്യമുണ്ടോ? ഇവിടെ ഒരു പള്ളിപ്പെരുന്നാൾ നടത്തുന്ന പോലെ ക്രൈസ്തവർക്ക് അമേരിക്കയിൽ ചെന്നൊരു പള്ളിപ്പെരുന്നാൾ നടത്താൻ പറ്റും. ഇവിടെ ഉത്സവം നടത്തുന്ന പോതിൽ ഹൈന്ദവ സഹോദരങ്ങൾക്ക് നേപ്പാളിൽ പോയിട്ടൊരു പരിപാടി സംഘടിപ്പിക്കാനൊക്കെ. ഈ മണ്ണ് നമ്മുടെ പൂർവികർ ചെങ്കില ചോര സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യവും സൗകര്യവും റബ്ബേ ഖിയാമം വരെ നിലനിർത്തി തരണേ അല്ലാഹ്.
ദുആ ചെയ്യാം. അതിനുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയിലൂടെ വഴിയിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ കുട്ടികൾ നശിക്കാതിരിക്കാൻ, ദുഷിക്കാതിരിക്കാൻ SKSF ഇവിടെ ഉണ്ടാവണം. തങ്ങൾ സൂചിപ്പിച്ചല്ലോ, വിജ്ഞാനം, വിനയം, സേവനം, ത്രിമുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസ്ഥാനം മുന്നോട്ട് പോവാം. വിജ്ഞാനം, അറിവാണ് പ്രധാനം, അറിവാണ് പ്രധാനം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനോട് ആദ്യം പറഞ്ഞത് ഇഖ്റ അല്ലേ, ഖുർആന്റെ തുടക്കത ഇഖ്റ. ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ വിശുദ്ധ ദീനിന്റെ വെളിച്ചം നൽകിക്കൊണ്ട് പടച്ച റബ്ബനാ ഖുർആന് തുടക്കം കുറിക്കുകയാണ്, വഹയിന് സമാരംഭം കുറിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅല. അറിവാണ്, അറിവാണ് പ്രധാനം. വായിക്കാൻ പറഞ്ഞ അല്ലാഹു തആല എന്തു വായിക്കണമെന്ന് പറഞ്ഞില്ല, അതിന് ലക്ഷ്യം പറഞ്ഞു. ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ നാമത്തിലാവണം അല്ലാഹുവിനെ അറിയാൻ, അവനിലേക്ക് അടുക്കാൻ, അതുവഴി പരമോക്ഷം നേടാൻ ഉതകുന്ന അറിവാർജിക്ക് പൊന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് പറഞ്ഞതാം. SKSF ഉമ്മത്തിനോട് ആദ്യം പറയുന്നതും അതുതന്നെയാ, വിജ്ഞാനം. വിജ്ഞാനം इस दौर में तालीम है अमराल मिल्लत की दवा, इस दौर में तालीम है अमराल मिल्लत की दवा है, खून फासिद के लिए तालीम मिस्ले नेशतर, इस दौर में तालीम है അംറഹൽ മില്ലത്ത് കീ ദവാ. രോഗാതുരമായി കിടക്കുന്ന ഈ ഉമ്മത്തിന് ഒറ്റ ചികിത്സയുള്ളൂ, അത് ധാർമ്മികമായ ജ്ഞാനാർജനമാണ്, വിദ്യാഭ്യസിക്കലാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം ചീഞ്ഞു ദുഷിച്ചു പോയാൽ അത് വെട്ടിമാറ്റാൻ ഉപയോഗിക്കുന്ന കത്രിക പോലെ നന്മയുടെ നേർവഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ അറിവിനാകുമെന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ അറിവാർജിക്കുക, മതവും ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് അത് സമഞ്ജസമായി അത് ആർജിച്ചെടുക്കാനുള്ള പക്വതയും അവസരവുമാണ് ബഹുമാനപ്പെട്ട ദീൻ നമുക്ക് നൽകിയതെങ്കിൽ ഉപയോഗപ്പെടുത്ത റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിജ്ഞാനം, വിനയം. വിനയമില്ലെങ്കിൽ മനുഷ്യനാവില്ല, വിനയമില്ലെങ്കിൽ മനുഷ്യനാവില്ല. വിനയാണ് മനുഷ്യനെ ഉയർത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. വിനയത്തിന്റെ ഏറ്റവും നല്ല മാതൃകകൾ ലോകത്തിന്റെ പഠിപ്പിച്ച ലോകഗുരു മുഹമ്മദ് മുസ്തഫ. ഇന്നില്ലാണ്ട് പോകുന്നു അതന്നെ. എല്ലാവരും മസിൽ പിടിച്ചിങ്ങനെ നടക്കാണ്. ഓൻ ആരാന്ന് ഓൻ എന്നെ അറിയില്ല. എല്ലാവർക്കും ഒന്ന് ചിരിക്കാൻ പോലും പിശുക്കാ നമുക്ക്. നോക്കങ്ങോട്ട് ഇവിടുന്ന് ബസ് കയറി കോഴിക്കോട്ടേക്ക് 3 മണിക്കൂർ 2 മണിക്കൂർ ബസ്സിലിരുന്നാൽ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്നതിനോടൊന്ന് അസ്സലാമു അലൈക്കും പറയാം നമുക്ക് നേരമില്ല. ഇങ്ങോട്ട് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കും, എന്നെ മിണ്ടൂല. എന്നാലോ അപ്പം ഫോണെടുത്തിട്ട് ഇങ്ങനെ പറയട്ടെ എവിടെ എത്തി, ഞാനിവിടെ വളയുന്നു, ഞാൻ ആ കയറ്റും കയറുന്നു, വടകര എത്തുന്നു, പയ്യോളി എത്തുന്നു, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. കണ്ടാൽ തോന്നും വല്ല കൊള്ളസംഘ പോകുന്നത്. ഒന്നുമില്ല, വെറുതെ അസ്വസ്ഥരാക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടേ. ഈ ലോകം ഒന്നായിരിക്കുന്നു, കമ്പി കൊണ്ടും കമ്പിയില്ല, കമ്പി കൊണ്ടും പക്ഷേ കരൾ കൊണ്ടല്ല. കരൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ലോകത്തിന്റെ പുനഃസൃഷ്ടി സാധ്യമാവണമെങ്കിൽ വിനയാന്വിതരാവുക. വിനയത്തോടൊപ്പം മനുഷ്യന് മഹത്വം നൽകുന്ന മറ്റ് വിശേഷണമില്ല. ഓരോരുത്തരും ജീവിതത്തിൽ വിനയാന്വിതരാവുക. അതാണ് വിജയത്തിന്റെ നിദാനം. അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വിനയാന്വിതരായി സാഷ്ടാംഗമർപ്പിച്ച മലായികത്ത് വിജയിച്ചപ്പോ അഹങ്കരിച്ച ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പടച്ച റബ്ബ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയോ ഖിയാമം വരെ ശാപത്തിനിരയാക്കുകയോ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തുവെങ്കിൽ മഅനല്ലാഹ്, അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾക്കുണ്ടാവേണ്ട സ്വഭാവം വിനയമാണ്. മൂന്നാമത്തത് സേവനമാണ്.
ഈ ലോകം പരോപകിറുപ്പവനും മലർഗന്ധമേകും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും, മുറിപ്പവനും തരു ചൂടകറ്റും, പരോപകാരപ്രവണം പ്രപഞ്ചം. അങ്ങനെ കവിപാടി. ഇറുപ്പവനും മലർഗന്ധമേകും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും, മുറിപ്പവനും തരു ചൂടകറ്റും, പരോപകാരപ്രവണം പ്രപഞ്ചം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയാണ് ലോകം. ഇറുപ്പവനും മലർഗന്ധമേകും, അഥവാ ഒരു പൂവ് നുള്ളിക്കൊണ്ടുപോകുന്നവനും ഒരു റോസാപ്പൂവ് നൽകുന്നത്, മല്ലികപ്പൂവ് നൽകുന്നത് സുഗന്ധമാണ്. ഇല്ലേ ഇല്ലേ? ആ റോസിനോട്, ആ പനിനീർ പൂവിനോട് ക്രൂരത കാണിച്ചു, അല്ലേ? നെറ്റിയിൽ നിന്ന് നുള്ളിക്കൊണ്ടുപോയി. ഇറുപ്പവനും മലർഗന്ധമേകും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും. സ്വാതന്ത്ര്യത്തിന് ചിറകരിഞ്ഞ് കൂട്ടിലിട്ട ഒരു പക്ഷി, ആ വളർത്തുന്നവന് വീണ്ടും നൽകുന്നത് സംഗീതാത്മകമായ അതിൻ്റെ രാഗമാണ്. മുറിപ്പവനും തരു ചൂടകറ്റും, നന്നായി നിൽക്കുന്ന ഒരു തടിയെ മുറിച്ചു കൊണ്ടുപോയി അത് ഉണക്കി അത് പൊളിച്ച് അത് അടുപ്പിൽ വെച്ചാൽ അവന് കഞ്ഞി വേവിക്കാൻ ചൂട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണം, അവന് തണുപ്പാകുമ്പോൾ തണുപ്പകറ്റുകയാണ്. തണുപ്പിൽ വിറങ്ങലിക്കുമ്പോൾ കഷ്ടപ്പെട്ട് ക്രൂരത കാണിച്ച് മരം ഇങ്ങോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പരോപകാര പ്രവണം പ്രപഞ്ചം, പരോപകാര പ്രവണം പ്രപഞ്ചം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന പരോപകാരത്തിലാണ്. സേവന മനസ്ഥിതി നമ്മുടെ ഉള്ളിലുണ്ടാവണം. മനുഷ്യൻ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതില്ലാതെ നമ്മൾ എൻ്റേത് എൻ്റേത് എന്നൊക്കെ പറയുന്ന ഒരു താൽക്കാലികമായ ഒരു അലങ്കാര വാക്ക് മാത്രം, അല്ലേ? ഒരു ഉരുള ചോറ് നമ്മുടെ വായിലേക്ക് വെക്കുമ്പോൾ ആരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഉരുള ചോറ് നമ്മുടെ വായിലേക്ക് വെക്കുമ്പോൾ അരി ആന്ധ്രയിൽ നിന്ന് വന്നതാണ്, പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, ഉള്ളി ഡൽഹിയിൽ നിന്ന് വന്നതാണ്, ഉരുളക്കിഴങ്ങ് പഞ്ചാബിൽ നിന്ന് വന്നതാണ്, അതിൻ്റെ വേപ്പില തൊട്ടപ്പുറത്തെ സ്റ്റേറ്റിൽ നിന്ന് വന്നതാണ്, അതിലുപയോഗിച്ച വെളിച്ചെണ്ണ പാലക്കാട്ടിൽ നിന്ന് വന്നതാണ്. ഒക്കെ കൂടി കൂട്ടി ഒരു ഉരുള ചോറിൽ 10,000 ആളുകളോട് കടപ്പാടുണ്ട് നമുക്ക്. റൈറ്റ്? മനസ്സിലായിട്ട് നിങ്ങൾക്ക്? ഒരു ഉരുള ചോറ് വെക്കുമ്പോൾ, വായിലേക്ക് വെക്കുമ്പോൾ പടച്ചറപ്പിൻ്റെ അപ്പുറത്തേക്ക് അല്ലാഹു തആല ഭൂമിയിൽ ഒരുക്കി തന്ന 1,000 ആളുകളോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആ ഒരു ഉരുള ഭക്ഷണം വായിലേക്കെത്താൻ പറയണ്ടേ നമുക്കൊരു അൽഹംദുലില്ലാ. എന്നിട്ട് ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ തട്ടാനും എന്ന രീതിയിൽ നമുക്ക് ഒറ്റയ്ക്കെങ്ങനെ സെൽഫിഷുകളാവാൻ, നമുക്കെങ്ങനെ സ്വാർത്ഥമതികളാവാൻ, എങ്ങനെ ലോകത്തോട് കടപ്പാടില്ലാതെ മുന്നോട്ട് പോകാനൊക്കും? അതുകൊണ്ടാണ് KSF നമ്മോട് പറഞ്ഞത്, വിജ്ഞാനം ആർജിക്കുക. നീ നിന്നെ അറിയാൻ, നിന്റെ നാഥനെ അറിയാൻ, നിന്റെ സമൂഹത്തെ അറിയാൻ, നിന്റെ രാജ്യത്തെ അറിയാൻ, നിന്റെ പരിസ്ഥിതിയെ അറിയാൻ, നിന്റെ ചുറ്റുവട്ടത്തെ അറിയാൻ, നിന്റെ ഉമ്മയെ അറിയാൻ, നിന്റെ ഉപ്പയെ അറിയാൻ, നിന്റെ ബന്ധുക്കളെ, ഉറ്റവരെ, ഉടയവരെ, നാട്ടുകാരെ, വീട്ടുകാരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, കൂടെ കഴിഞ്ഞവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ഒന്നാം തരം മനുഷ്യനാവാൻ നിനക്കറിവനിവാര്യമാം. അറിവനിവാര്യമാ. രണ്ടാമത്തത്, നീ മനുഷ്യനായി തീരുന്നത് വിനയത്തിലൂടെയാം. അതോടൊപ്പം തന്നെ അല്ലാഹ് പറയുകയാണ്, സേവന തൽപരനായി മുന്നോട്ട് പോവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ സകല സമയങ്ങളും ഈ ഉമ്മത്തിന് വേണ്ടി നിലകൊണ്ടില്ലേ മുഹമ്മദ് മുസ്തഫ? നോക്കുങ്ങള്, ഒരു മനുഷ്യന് സ്വാർത്ഥനായിത്തീരുന്നത് 2 സന്ദർഭത്തിലാണ്. സെൽഫിഷായിത്തീരുന്നത്, ഒന്ന് വലിയ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത്, മറ്റൊന്ന് ഏറെ പേടി ഉണ്ടാകുന്ന സമയത്ത്. മനസ്സിലായിട്ട് നിങ്ങൾക്ക്? വലിയ സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മാത്രം ഒതുങ്ങിച്ചേരും, മറ്റുള്ളവരൊന്ന് കാണാൻ ചിലപ്പോൾ നമുക്ക് കണ്ണ് തെളിഞ്ഞോളണമെന്നില്ല. എന്നാൽ വലിയ സന്തോഷമുള്ള സമയത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതെപ്പോഴാ?
വഫാത്തിന് മുമ്പ് അള്ളാഹുവിനെ കാണാൻ അവസരം കിട്ടിയ മിഅ്റാജിന്റെ രാവിൽ മുഹമ്മദ് മുസ്തഫ അല്ലേ? നോക്കൂ, നിങ്ങൾ ജീവിതത്തിലാ ലോകത്തെ ഏറ്റവും വലിയ സമ്മാനമേതാ? മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ദുആ ചെയ്തല്ല മത്ലൂബിയൽ ജന്ന. പടച്ചോനെ, എന്റെ ഇബാദത്തിന്റെ ലക്ഷ്യം സ്വർഗമല്ല, നരകത്തോടുള്ള പേടിയല്ല. മല്ലിഖാക യാ അല്ലാഹ്, പടച്ചോനെ നിന്നെ കണ്ണു നിറയക്കാനാണ്. നിന്നെ കാണാത്ത സ്വർഗം എനിക്ക് നരകമാണ് അല്ലാഹ് എന്ന് പറഞ്ഞ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ലോകത്തെ വലിയ ആനന്ദം അതാണ്. കാരണം എന്താ? ആ റബ്ബിന്റെ അടുത്തെത്തി. പോരാൻ കൂട്ടാക്കും ആരെങ്കിലും, പിന്നെ അവിടെ കൂടൂലേ? അള്ളാഹിന്റെ അടുത്ത് പോരും ആരെങ്കിലും. ഇങ്ങോട്ട് പോന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരുമ്പോ അല്ലാഹു തആല സമ്മാനം കൊടുത്തു, ഒരു അവാർഡ് കൊടുത്തു. എന്താ? 50 വക്ത് നിസ്കാരം. അവാർഡ് വേണ്ടെന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അവാർഡ് ചുരുക്കി തരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒന്നേ കാണൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി. അവാർഡിൻ്റെ വലിപ്പം അതിൻ്റെ തുക അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ്, ക്വാളിറ്റി കൂടുമ്പോഴാണ്. പ്രത്യേകിച്ചും വിളിച്ചിരുത്തി കൊടുക്കുമ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് വിളിച്ചിരുത്തിയിട്ട് 50 പൈസ എന്നാൽ പിന്നെ അതിന് ഇൻസൾട്ട് ചെയ്യലല്ലേ? അത് മനസ്സിലാണ്ടോ അല്ലേ? രാഷ്ട്രപതി കൊടുക്കുമ്പോൾ അപ്പം അതിനനുസരിച്ചൊരു പവർ വേണം. മനസ്സിലായിട്ടങ്ങൾക്ക്? പ്രത്യേകിച്ച് വിളിച്ചൊരുത്തി കൊടുക്കും. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചെറിയ തുക കൊടുക്കും. ഒരു കല്യാണത്തിന്, എനിക്ക് നാളെ നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ, നീ നാളെ രാവിലെ വീട്ടിലേക്കൊന്ന് വരണം, എന്നിട്ട് 50 ഉറുപ്പ്യ കൊടുത്തു. അവനെന്താക്കുക? അത് നിങ്ങളിന്ന് വെച്ചോളിന്നറിയില്ലേ? അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ ഉണ്ടാവും വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്താൽ. ഞാനിവിടെ ഈ മട്ടന്നൂർ ഭാഗത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കലണ്ടർ വെക്കാൻ പോയി. കോളേജിൻ്റെ പ്രചരണത്തിന് വേണ്ടി പോയത്. ഞാനും എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അപ്പോൾ 50 പൈസ തന്നു. ഒരു വലിയ വീട്ടിൽ നിന്ന് ഗേറ്റൊക്കെ കടന്ന് പോയിട്ട് 50 പൈസ തന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്നെ വെറും ബെഗ്ഗറാക്കിയില്ല, തെണ്ടിയാക്കി മാറ്റിയില്ല അവർ. അതിലെൻ്റെ സ്നേഹിതൻ എന്താ വെച്ചാൽ 45 പൈസ തിരിച്ചു കൊടുത്തു. 45 പൈസ തിരിച്ചു കൊടുത്തു. ഇത് ഇവർക്ക് ഭയങ്കര ഷോക്കായി. എന്നെ വീട്ടിൽ ഉള്ളിൽ ക്ഷണിച്ച് വരുത്തിയിരുത്തി ഞങ്ങൾക്ക് ടാങ്കൊക്കെ കലക്കി തന്ന് ഞങ്ങൾക്ക് 50 രൂപ തന്ന് കലണ്ടറൊക്കെ മേടിച്ച് ഞങ്ങളെ പേരും ഡ്രസ്സൊക്കെ വാങ്ങി നല്ലൽക്ക് അവർ തൽക്കരിച്ചു. അതാണ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വിളിച്ചുവരുത്തി കൊടുക്കുമ്പോൾ നമ്മൾ എന്താക്കാൻ പറ്റില്ല, അനുസരിച്ച് പറ്റില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നോക്കണേ, 50 വക്ത് നിസ്കാരമായിട്ട് പോരാ. ഇല്ല, ഹാപ്പി അല്ലേ? ഇതിലേറെ വലിയ സന്തോഷം എന്താ? ഹബീബായ തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുള്ള ആളാണോ? കാരണം എന്താ? ക്ഷീണിച്ചവശനാകുന്ന സമയത്ത് പോലും രാത്രി നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വരാറുണ്ട്. ഹബീബായ തങ്ങൾ അരികത്ത് വന്നുകൊണ്ട് മഹദി ആയിഷത്ത് സഹറ റളിയല്ലാഹു തആല അൻഹ ചോദിക്കില്ലേ, യാ ഹബീബല്ലാഹ് ഗഫറല്ലാഹു ദംബക മാ തഖദ്ദമ വമാ തഅഖർ. ഹബീബേ, അങ്ങയുടെ ജീവിതത്തിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ അല്ലാഹ് പുറത്തു തന്നിരിക്കുന്നു. ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും അല്ലാഹ് പുറത്തു തന്നിരിക്കുന്നു. പിന്നെയും എന്തിനാ അങ്ങിങ്ങനെ വിഷമിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തുനബി ചോദിക്കുന്നത്, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ട ആയിഷ എന്ന് ചോദിച്ച ഹബീബുനാ റസൂലുള്ളാഹി. ആ മുത്തുനബിക്ക് 50 വക്ത് നിസ്കരിക്കാൻ ഒരു പ്രശ്നമില്ല. പോരുന്ന വഴിക്കാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, മുഹമ്മദ് എന്തേ കിട്ടിയത്? വലിയ കൗതുകത്തോട് ചോദിക്കുക. കാരണം മൂസാ നബി ചോദിക്കാൻ വലിയ കാരണമുണ്ട്. മൂസാ നബി ഒന്ന് മെനക്കെട്ട് നോക്കിയതാണ് ജീവിതത്തിൽ അള്ളാനെ കാണാൻ. ഒന്ന് മെനക്കെട്ട് നോക്കി. കാരണം ലോകത്ത് മറ്റൊരാളും ചോദിച്ച ആളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. എനിക്ക് സ്വർഗത്തിലെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. മന്നും സൽവി പാർസലായിട്ട് വിട്ടുകൊടുത്തില്ല അല്ലാഹു തആല. മനസ്സിലാണ്ടോ? തൻ്റെ സമൂഹം പറഞ്ഞു, വെയിലിൻ്റെ ചൂടേൽക്കാനും ഞങ്ങൾക്ക് ഒഴിവില്ല, ഞങ്ങൾക്ക് മൊബൈൽ AC വേണമെന്നാണ്. മൊബൈൽ AC ഞാൻ എൻ്റെ ഒരു ടേമിൽ പറഞ്ഞതാണ്. നടക്കുന്നിടത്തൊക്കെ സൂര്യന് തണൽ വിരിച്ചു കൊടുക്കാൻ മേഘത്തയച്ചു കൊടുത്തു. അതല്ലേ മൊബൈൽ AC. മനസ്സിലായില്ലേ?
സൂര്യന്റെ വെയിലിന്റെ അത് അതിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ വിട്ടു? മേഘത്തെ അയച്ചു കൊടുത്തു. അതാണ് മൊബൈലിൽ AC ചെയ്യാൻ പറഞ്ഞത്. വെള്ളം എല്ലാവരും പാറമ ഒറ്റയടി 12 ഉറവ. സുബ്ഹാനല്ലാഹ്. വെള്ളം കൊണ്ട് കുടുങ്ങിക്കണു ചെങ്കടലിൽ ഒറ്റയടി ഫംഫലഖതൗദിൽ മതിൽ പോലെ വെള്ളം വഴിമാറിക്കൊടുത്തു. അങ്ങനെ മഹാനായ സയ്യിദുന മൂസ അലൈഹിസ്സലാം ഒരു കൊലപാതകിയെ പിടികൂടാൻ നിവൃത്തിയില്ല. ഭൗതിക ശരീരം ഇങ്ങനെ കിടക്കുക. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ഒരു പശുവിനർത്ഥത്തിന്റെ എല്ലെടുത്തിട്ട് മരിച്ച മയ്യത്തിന് ഒറ്റയടി. അയാൾ നീച്ചിട്ട് പറഞ്ഞു, ഇന്ന ആളെന്നെ കൊന്നത്. മൂസാ നബി അടിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അനങ്ങ പൊട്ടിച്ചു അങ്ങനെ അതിലൊക്കെ വലിയ സംഗതി. ഏതെങ്കിലും ഇരിക്കട്ടെ, അവസാനം സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഫിർഔൻ എന്നെ പരിഹസിക്കുന്നുണ്ട്, മൂസയെ നീ കണ്ടിട്ടുണ്ടോ നിന്റെ പടച്ചോനെ എന്ന് ചോദിക്കണേ. എനിക്ക് പറയാൻ മറുപടിയില്ല. ദുനിയാവിൽ എനിക്ക് നിന്നെ ഒരു നോക്ക് കാണണം റബ്ബേ എന്ന് പറയുമ്പോ അല്ലാഹ് പറയാ, മൂസയെ നിന്റെ കണ്ണിന് കപ്പാസിറ്റി ഇല്ല, ദുനിയാവിന് നടക്കൂല, സ്വർഗത്തേക്ക് അങ്ങോട്ടും അവിടുന്ന് നോക്കാം. അതാണ് കലീമുള്ള. സംസാരിച്ചു നേരിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ സയ്യിദുന മൂസ അലൈഹിസ്സലാം. മൂസാ നബി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല പടച്ചോനെ, എനിക്ക് കണ്ടേ പറ്റുള്ളൂ. തർപ്പിച്ച് പറഞ്ഞ പിന്നെ അല്ലാഹ് സാധിച്ചു കൊടുക്കും. മൂസാ നബി അലൈഹിസ്സലാം പാദനഗ്നനായി തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിശുദ്ധനായി കടന്നു ചെല്ലുക. അപ്പോഴാണ് ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കാ വഖറ മൂസാ സഇഖാ. അല്ലാഹുവിന്റെ നൂറ് തജല്ലിയാത്ത്, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം തൂർ പർവ്വതത്തിന്റെ മുകളിൽ പ്രതിഫലിപ്പിക്കുമ്പോ അതാ പർവ്വതം പൊടിപൊടിയായി. വഖറ മൂസാ സഇഖാ. മൂസാ നബി അലൈഹിസ്സലാം മോഹാലസ്യപ്പെട്ടു വീണു. ഒരിക്കൊന്നും നോക്കാൻ കഴിഞ്ഞിട്ടില്ല ആർക്ക്. അപ്പോഴല്ലേ അള്ളാന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോ മുത്തുനബിയോട് കൗതുകത്തോട് ചോദിക്കാണ്, മുഹമ്മദ് എന്താ മോനെ നിനക്ക് കിട്ടിയത്? മനസ്സിലായിണ്ടെങ്കിൽ അരംഗം നോർത്തോക്കി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 50 വക്ത് നിസ്കാരം കിട്ടിയിരിക്കണം, അൽഹംദുലില്ലാ. മൂസാ നബി പറഞ്ഞു, നടക്കൂലട്ടോ, നടക്കൂല, നിങ്ങളെ ഉമ്മത്ത് ഇത് നിസ്കരിക്കൂല, വേണമെങ്കിൽ പോയി ചുരുക്കി തരാൻ പറയേ. പോയി അല്ലാഹു തആല 5 ചുരുക്കി കൊടുത്തു, ബാക്കി 45 പോരാ. മൂസാ നബി വീണ്ടും പറഞ്ഞു, നടക്കൂല, ഒന്നുകൂടെ പോ. അങ്ങനെ 40 35 30 25 20 15 അവസാനം 9ാം തവണ പോയി വരുമ്പോ 5 വക്തുമായി പോരുമ്പോ അല്ലാഹു തആല അഡീഷണൽ ഓഫർ കൊടുത്തു. 50ന്റെ 0 ഞാൻ വെട്ടിയിട്ടുണ്ട്, 5 നിസ്കരിച്ചാൽ മതി, എങ്കിലും 50ന്റെ പ്രതിഫലമുണ്ട്. അൽഹംദുലില്ലാഹ്. ഒട്ടും കുറവില്ലാതെ സന്തോഷത്തോടെ ഇറങ്ങി വരിക. 9 വട്ടം അല്ലാഹുവിനെ കണ്ട് 9 വട്ടം ഉമ്മത്തിന് വേണ്ടി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. നോക്കണേ, ആ പോരുന്ന പോക്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു അത്രേ, ഈ ചേകനൂരൊക്കെ വരാനുള്ള ദുന്യാവാണ് മുഹമ്മദ്, ഒരു പോക്കും കൂടി പോയി നോക്ക്, ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ പറഞ്ഞു. ഹബീബായ തങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി എനിക്ക് ലജ്ജയാ, എനിക്ക് ലജ്ജ, മടിയാണ്, പോയിക്കൂടാ, ഇനി കണ്ട് ചെല്ലാൻ വയ്യ. ഞാൻ പറഞ്ഞത് ഏറെ സന്തോഷിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരിധി അവസാനിച്ചെടുത്ത മുഹമ്മദ് മുസ്തഫ. ആരാ ജിബ്രീല്? അല്ലാഹ് പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദി ഖുവത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ. അല്ലാഹ് പറഞ്ഞു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതെന്റെ മാന്യനായ ദൂതന്റെ വാക്ക്. ആരെ കുറിച്ചാണ് പറയുന്നത്? ജിബ്രീൽ. ദി ഖുവത്തിൻ, അതിശക്തൻ എന്ന് അല്ലാഹ് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാവിൽ പറയുന്നത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിറതു നഹജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നോക്കണേ,
ജിബ്രീൽ അലൈഹിസ്സലാം പറയും, നബിയെ ഇനി ഇവിടെ നിങ്ങളൊപ്പം ഞാൻ പോന്നാൽ നിന്റെ ചിറക് കരിഞ്ഞ് ചാമ്പലായി പോകുമോ, അതുകൊണ്ട് ദഅനി തഖദ്ദം, എന്നെ അവിടെ ഇട്ടേച്ച് പോയേക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം. അപ്പൊ ജിബ്രീലിന്റെ പരിധി അവസാനിച്ചിടത്താണ് ഹബീബായ തങ്ങളുടെ പരിധി ആരംഭിക്കുന്നത്. അങ്ങനെ പോയി ഞാൻ പറഞ്ഞത് ഏറെ സന്തോഷിച്ച സമയത്ത് ഈ ഉമ്മത്തിന് വേണ്ടി നിലകൊണ്ടു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഏറെ വേദനിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം സക്കറാത്തിന്റെ ഘട്ടമാണ്. റൗളയിലൊക്കെ മഹാന്മാരായ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അവസാനം സക്കറാത്തിന്റെ സമയത്ത് വെള്ളം കൊടുക്കേണ്ടത് അകന്ന ബന്ധുക്കളോ അയൽക്കാരോ സുഹൃത്തുക്കളോ ആണ്. ഒരു മസലയും കിടക്കട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ബാപ്പ മരിക്കുമ്പോൾ മക്കളിങ്ങനെ വെള്ളയേറ്റ് വരിക്കരുത്, ഉമ്മ മരിക്കുമ്പോൾ പെൺമക്കളിങ്ങനെ വരിക്ക് നിൽക്കരുത്. കാരണം ആ ഉപ്പാക്ക് ഒരു സമയം തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്, ഞാൻ മരിക്കായിട്ട് എൻ്റെ മക്കൾക്ക് കുറച്ച് നേരം വൈകിട്ടുണ്ടോയെന്ന് സംശയം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ ഭാര്യ വീട്ടിൻ്റെ അടുത്തൊരു ആചാര്യനുണ്ട്, പേര് പറയുന്നില്ല. മൂപ്പര് കിഡ്നി ഫെയിലറാണ്. എന്നെ വലിയ ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. അപ്പോൾ അയാൾ ഒരിക്കൽ എന്നെ ഫോൺ ചെയ്തിട്ട് മക്കളെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു, റഹ്മാനിയോടൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോയി. ചെന്ന് നോക്കുമ്പോൾ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കാൻ, മുഖത്തൊക്കെ നീര് വന്ന് വീർത്ത് ശ്വാസം കിട്ടാതെ വെള്ളം തൊട്ട തലൻ്റെ അടുത്ത് വെച്ചിട്ട് ഭാര്യ വെള്ളം ഇങ്ങനെ ചുണ്ട് നനച്ചു കൊടുത്ത് കെലിമ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന രംഗത്താണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ആ പൾസ് റേറ്റൊക്കെ നോക്കി നോക്കുമ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ 2 ഡയാലിസിസ് ചെയ്താൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഒന്ന് നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പെട്ടെന്നൊരു ആംബുലൻസ് വിളിച്ച് മൗലാനയിൽ കൊണ്ടുപോയി. അങ്ങനെ അയാളുടെ കുറച്ച് ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അയാളുടെ രോഗം കുറേ സുഖപ്പെട്ടു. 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വിളിക്കും. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും മൗലാനയ്ക്ക് പോകേണ്ടി വരും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമല്ല, മുമ്പ് ചാരി കസേരയിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു കുഴപ്പമില്ലാതിരിക്കുക. അപ്പം ഞാൻ എന്ത് വിളിച്ചു, ഇരിക്കുന്നതാണ്. അപ്പം അടുക്കളയിൽ നിന്ന് ഭാര്യയെ വിളിച്ചു. ഞാൻ വിചാരിച്ചത് എനിക്ക് വല്ല വെള്ളവും തരാനോ ഇരിക്കുന്ന. അപ്പം മൂപ്പർ പറയാ, റഹ്മാനി ഇതെൻ്റെ ഭാര്യയാണ്, എനിക്ക് ചെറിയൊരു ശ്വാസതടസ്സം ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്കിങ്ങനെ വെള്ളം തന്നിട്ട് എനിക്കിങ്ങനെ കെലിമെല്ലി തന്നിട്ട് എൻ്റെ മേലോപ്പറമ്പിൽ ഒരു 15 ഏക്കർ റബ്ബറുണ്ട്, അതിമൊക്കെ ആ തൂക്കം തന്ന്. മനസ്സിലായോ? ചെറിയൊരു മലപ്പുറം ടച്ച് ഉണ്ടാവും, സദയം ക്ഷമിക്കുക. മനസ്സിലാവുണ്ടോ? ഞാൻ മരിക്കായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇത്തിരി നേരം വൈകിക്കണേ. ഇത് പറഞ്ഞോടുകൂടി ഈ ഭാര്യ പൊട്ടിക്കരഞ്ഞോട്ട്, അത് വേറെ വിഷയം. കാരണം നന്നായി സ്നേഹിക്കും. പക്ഷേ ഇയാളുടെ തമാശ പറഞ്ഞാണെങ്കിൽ വല്ലാണ്ട് കൊള്ളും അത്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ സമയത്ത് ഇങ്ങനെ ചില ചിന്തകളൊക്കെ വരാൻ ഒരു ബാക്കിയായതുകൊണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ട്. മനസ്സിലാണ്ടോ? അതുകൊണ്ട് ഫുഖഹാവ് പറയുന്നുണ്ട്, അവസാന ഘട്ടത്തിൽ അടുത്ത അനന്തരാവകാശികൾ ആവരുത് വെള്ളം കൊടുക്കേണ്ടത്. മനസ്സിലാണ്ടോ? സുഹൃത്തുക്കളോ അയൽക്കാരോ അകന്ന ബന്ധുക്കളോ ആവുക. എന്നാൽ ഈ ഒരു സ്വാർത്ഥത ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനേറെ സ്വാർത്ഥനായി പോകുന്ന പ്രധാനപ്പെട്ട രംഗമാണ്, സമയമാണ് സക്കറാത്തിന്റെ രംഗമെങ്കിൽ മഹാനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും അതാ ഉമ്മത്തി പടച്ചവനെ വെണ്ണയിലൂടെ നൂല് വലിക്കുന്ന രീതിയിൽ എന്റെ റൂഹ് പിടിച്ചിട്ട് എനിക്ക് ഇത്രമേൽ വേദനയും പ്രയാസമുണ്ടെങ്കിൽ പടച്ചവനെ എന്റെ ഉമ്മത്തിന്റെ മരണവേദന ലഘൂകരിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് സക്കറാത്തിന്റെ രംഗത്തിൽ പോലും ദുആ ചെയ്ത ശഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് ഏറെ സന്തോഷിക്കുന്ന സമയത്ത് ഉമ്മത്തിന് വേണ്ടി നിലകൊണ്ടു, ഏറെ വിഷമിക്കുന്ന സമയത്തും എന്ന് പറഞ്ഞ ഫാത്തിമ സഹ്റ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയുമ്പോൾ മുത്തുനബിയുടെ ചുണ്ടിളകുന്നത് ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. അഥവാ നമുക്ക് വേണ്ടി ജീവിക്കലല്ല, അന്യന് വേണ്ടി ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാണ്ടങ്ങള്?
അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിജ്ഞാനവും വിനയവും സേവന തൽപരരാവുക. ചാവാൻ കിടക്കുന്ന പട്ടിക്ക് വെള്ളം കൊടുത്തത് കാരണം ഒരു വേശ്യപ്പെണ്ണിന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കുന്ന ഒരു മരക്കൊമ്പ് ഉടമസ്ഥന്റെ അനുവാദപ്രകാരം വെട്ടിമാറ്റി വഴി യാത്രയോഗ്യമാക്കിയതിന് സ്വർഗത്തിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനോഹരമായി നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി. യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂടെയുള്ളവരെ തടഞ്ഞു നിർത്തി ഉറുമ്പിനെ ചവിട്ടാതിരിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ചെങ്ങലയിൽ കിടന്ന് ചത്തുപോയത് കാരണം ഇസ്രായേൽ പെണ്ണ് നരകത്തിലാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യനോട് മാത്രമല്ല, വളർത്തുമൃഗങ്ങളോട്, ജന്തുജാലങ്ങളോട്, പ്രകൃതിയോട്, പരിസ്ഥിതിയോട്, ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിനോടെല്ലാം കാരുണ്യം കാണിക്കല, അതിനു വേണ്ടി ജീവിക്കലാണ്, അവക്ക് വേണ്ടി ജീവിക്കലാണ് യഥാർത്ഥ ജീവിതമെന്ന് ലോകത്തെ പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രാധാന്യം അറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ നശിച്ചു പോകാൻ, മോശമായി പോകാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എൻ്റെ SKSF കൊണ്ടുള്ള ഗുണം എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഖബർ കിടക്കുമ്പോൾ പഠിച്ചോനെ എൻ്റെ ഉമ്മയാണ് ഈ കിടക്കണതെന്ന് ബോധമുള്ള ഒന്ന് സലാം പറയാൻ, നമ്മുടെ അടുത്തൊരു ഫാത്തിഹ ഓതാൻ ബോധമുള്ള മക്കളുണ്ടാകണമെങ്കിൽ SKSFിലൂടെ വളർന്നു വരണം. പഠിച്ചോനെ എൻ്റെ വാപ്പ ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവരെ പരിചരിക്കണമെന്നുള്ള മതത്തിൻ്റെ ബോധ്യമായി തീരണമെങ്കിൽ ഇത്തരം അച്ചടക്കമുള്ള സംഘടനയൂടെ വരണം. മറ്റ് ഗുരുനാഥന്മാരെ, ഉസ്താദുമാരെ തെരുവിൽ ചീത്ത വിളിക്കുന്നവരും അതേപോലെ തന്നെ തെരുവ് തണ്ടികളും അതേപോലത്തെ അങ്ങാടിപ്പിള്ളേരുമായി നമ്മുടെ കുട്ടികൾ മാറിപ്പോയാൽ അത് നമുക്ക് വലിയ അപകടം ഉണ്ടാക്കും. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുവാനും അതിൻ്റെ കൂടെ നിർത്തി നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ കുട്ടി വളർത്തിയെടുക്കാനും നമ്മളെല്ലാം തയ്യാറാകണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അല്പനേരം, നിങ്ങൾക്ക് നേരം വൈകണുണ്ടോ? അല്ലാഹു നമ്മളെ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. വിഷമല്ലെങ്കിൽ ഒന്ന് എണീറ്റ് ഒരു 3 സ്വലാത്തിൽ അവിടെ തന്നെ ഇരുന്നേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. اللهم സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. റബ്ബേ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് ഈ കാലത്തിൻ്റെ ജിഹാദിൻ്റെ പുണ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് നാളെ ആഖിറത്തിൽ പോയിരിക്കുന്ന അമലായി ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തെ പ്രത്യേകം ദുആർക്കണം. നമുക്ക് ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ, മദീന പാഷൻ എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങളുള്ള ഇഷ്കാൻ, കളങ്കമില്ലാത്ത സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് അമലാണ്, ഇബാദത്താണ്. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് നിമിത്തമാക്കി തീർക്കുന്ന സുഹൃതമാണ്. ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنيما صلوا عليه وسلموا تسليما. മഹാനായ ആശിഖ് റസൂൽ സയ്യിദ് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു, ഉമർ ഖാദി തങ്ങൾ പാടുക, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. ഹബീബായ തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായ സൽക്കർമ്മമാ. ആ ഒറ്റ കാര്യം കൊണ്ട് അല്ലാഹു തആല ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും. വലഹു ബിനൈലി ശഫാഅത്തിൻ താഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തന്നീമാ സല്ലു അലൈഹി വ
സല്ലിമൂ തസ്ലീമാ. മാത്രമല്ല നാളെ മഹ്ശറ വൻസഭയിൽ ഞാനും നിങ്ങളൊക്കെ നിൽക്കുമ്പോ അതൊരു വല്ലാത്ത രംഗമാണ് കേട്ടോ. 14,96,00,000 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന സൂര്യൻ ഇപ്പോൾ പുറത്തുവിടുന്ന റേഡിയേഷന്റെ 221 കോടിയിലൊരംശം ഭൂമിയിൽ പതിക്കുമ്പോ ആ ചൂട് താങ്ങാൻ കഴിയാതെയാ നമ്മൾ കുടവിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ മേൽക്കൂര തിരയുന്നത്, അവിടെയാണ് നമ്മൾ തണൽ തേടുന്നത്, അവിടെയാണ് നമ്മൾ AC ഒരുക്കുന്നത്, നമ്മൾ ഫാൻ ഒരുക്കുന്നത്. കരണ്ട് പോയാൽ ഉറങ്ങാൻ കഴിയാതെ സൂര്യൻ അസ്തമിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നമ്മൾ വിഷമിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചാണമീടേക്ക് ആ 15 കോടിയോളം മീതെ കത്തിജ്വലിക്കുന്ന സൂര്യൻ അടുപ്പിക്കപ്പെടുമ്പോ ഓരോരുത്തരുടെയും അമലിന്റെ അനുപാതത്തില് കാലിന്റെ ഞെരിയാണി വരെ, കാൽമുട്ട് വരെ, അരക്കെട്ട് വരെ, പൊക്കിൾ വരെ, നെഞ്ചല് വരെ, താടിയല് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിട്ട് ഒരു ദിവസത്തിന് 50,000 വർഷത്തിന് ദൈർഘ്യമുണ്ടെന്ന് സൂറത്ത് മആരിജിലൂടെ അല്ല പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയിൽ നിൽക്കുമ്പോ നഫ്സി നഫ്സി എന്ന അമ്പിയാക്കൾ പോലും സ്വന്തം കാര്യത്തിൽ വിലപിക്കുമ്പോ എന്റെ സഹോദരാ സഹോദരി, ഞാനൊന്നെയും ചിന്തിക്കണേ. നമ്മളെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ഉമ്മത്തേ, എന്റെ ഉമ്മത്തിന്റെ കാര്യം പരിഗണിക്കണേ അല്ലാഹ് എന്ന് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാ. നമ്മുടെ പണത്തിനാവില്ല, പ്രതാപത്തിനാവില്ല, സ്വന്തത്തിനാവില്ല, ബന്ധത്തിനാവില്ല, ഒന്നും കഴിയാതെ കട്ടപ്പെടുന്ന നാളെ മഹ്ശറയില് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാ. കാരുണ്യക്കടലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. അത് വരണമെങ്കിൽ നമുക്കുള്ള മാർഗം ഒന്നേ ഉള്ളൂ, അത് ഹബീബായ തങ്ങളോട് കളങ്കമില്ലാതെ സ്നേഹിക്കല, ആ സ്നേഹം പ്രകടിപ്പിക്കല, അതുവഴി അവിടുത്തെ ഇഷ്ക് നേടല. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. നബിന്റെ ശഫാഅത്ത് കിട്ടാൻ ഒറ്റ മാർഗ്ഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്ത്? കളങ്കമില്ലാതെ സ്നേഹിക്കുക. ഇവിടെ ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് സ്നേഹിച്ചോളി, പക്ഷെ എന്തിനാ പ്രകടിപ്പിക്കുന്നത്? പിന്നെ സ്നേഹം പൊഴുങ്ങി തിന്നല്ല. ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനം അതൊരു അദമ്യം, അതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിക്കാൻ പറ്റില്ല. മനസ്സിലായിട്ടോ? അതിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കാൻ പറ്റില്ല. ബൗണ്ടറി നിശ്ചയിക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹം, അത് അദമ്യമായ വികാരമാണ് സ്നേഹം. സ്നേഹം കൊണ്ട് നാളെ സ്വർഗം കിട്ടും, അതെങ്ങനെയെന്നൊന്നുമില്ല. തത്വത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ചാണോ രക്ഷപ്പെടും. ഒരു ഉദാഹരണം പറയാം. മദീനയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു പള്ളിയിലെ ഇമാം. അയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. അയാൾ ഏത് സൂറത്ത്, ജഹിരിയ നിസ്കാരത്തിൽ ഏത് സൂറത്ത് ഓതിയാലും അല്ലാഹു ഓതും. മനസ്സിലായിട്ട് നിങ്ങൾക്ക്? ഏത് സൂറത്ത് ഓതിയാലും അവസാനം എന്തോതും? സൂറത്ത് ഇഖ്ലാസ് ഓതും. കുറച്ച് ദിവസം ഓതി വെക്കുമ്പോൾ മൗമൂമിങ്ങളായ സാധാരണക്കാർക്ക് പരാതി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളരികത്തെത്തി. ഹബീബായ തങ്ങളോട് പറഞ്ഞു, പിന്നെ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ തിരുദൂതരെ, ഞങ്ങൾക്കൊരു ഇമാമിനെ, ഒരു കുല്ലുവല്ലാഹു ഇമാമിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണേ. മുത്തുനബി ഇതിലൊന്ന് ഇടപെടണം. ഒന്നുകിൽ മൂപ്പരെ കുല്ലുവല്ലാഹു മാറ്റിത്തരണം, അല്ലെങ്കിൽ ഞങ്ങളെ ഇമാമിനെ മാറ്റിത്തരണം. മനസ്സിലായിട്ട് നിങ്ങൾക്ക്? ഒന്നുകിൽ ഞങ്ങളെ കുല്ലുവല്ലാഹു, മൂപ്പരെ കുല്ലുവല്ലാഹുവിനെ സ്റ്റോപ്പ് ഇടണം, അതില്ലെങ്കിൽ ഞങ്ങൾക്ക് പുതിയ ഇമാമിനെ വേണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് വിളിച്ച് അന്വേഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പരാതിയെത്തി വിവരമറിഞ്ഞു ഈ സ്വഹാബി അതാ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കഥനത്തോടുകൂടെ ഓടിച്ചെന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ്. ഹബീബായ തങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നോട് ഒരു കാര്യം മാത്രം അങ്ങ് പറയരുത്, സൂറത്തുൽ ഇഖ്ലാസ് ഓതരുതേ എന്നോട് പറയരുത്. നിസ്കാരത്തിൽ എന്നെ ശീലം ഉപേക്ഷിക്കാൻ അങ്ങ് എന്നോട് ഉപദേശിക്കരുത്. അങ്ങ് എന്നോട് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാനാവില്ല. എന്നോടത് ഒഴിവാക്കാൻ പറയല്ല. ഞാൻ എവിടേക്ക് വേണമെങ്കിലും പോയിക്കൊള്ളാം, എന്ത് വേണമെങ്കിലും ചെയ്തോളാ, ഒന്ന് മാത്രം എന്നോട് പറയരുത്. എന്ത്? ഓതരുത് എന്ന് മാത്രം പറയരുത്.
ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താ മോനെ നിന്റെ പ്രശ്നം എന്താ? ഞാൻ അങ്ങനെ ഖുൽ ഹുവല്ലാഹു ഓതാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താ നിനക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസ് എന്താ? ഈ സ്വഹാബി പറയാ, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അതാ സൂറത്തുൽ തൗഹീദ്, അത് തൗഹീദിന്റെ സൂറത്താ. ഏകദൈവ വിശ്വാസം വിളംബരം ചെയ്യുന്ന തൗഹീദ് ഇഖ്ലാസ്, അത് ഇഖ്ലാസ് സൂറത്ത് തൗഹീദിന്റെ സൂറത്താ. അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ഹബീബായിട്ടങ്ങൾ പറഞ്ഞു, ഫഖറ, നീ ഓദിക്ക മോനെ, നിന്നെ ഞാൻ തടയുന്നില്ല. ആ സ്വഹാബി ഇങ്ങനെ പോരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിങ്ങൾക്കൊരു സ്വർഗാവകാശിയെ കാണണോ? ഫൻദുറൂ ഇലൈഹി, ആ മനുഷ്യനെ നോക്കിക്കോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ സ്നേഹിക്കണം, പക്ഷെ ഇങ്ങനെ സൂറത്തു നിസ്കാരത്തിൽ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹുവിനെ വല്ലാണ്ട് സ്നേഹിച്ച സ്വർഗം കിട്ടും നേരത്തെ നബി തങ്ങൾ പറഞ്ഞണോ? ഇല്ല. ഖുർആനോട് ഇഷ്ടം വേണം, അത് ഈമാനാണ്. ഖുർആനോടുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിനെ ആദരിക്കലാണ്. അങ്ങനൊക്കെ വഴി ഖുൽ ഹുവല്ലാഹു ഓതിയ ഒരാൾക്ക് സ്വർഗം കിട്ടി. മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? അതേപോലെ തന്നെ ഇഷ്ഖ്, ചെറിയ കാര്യമാണെങ്കിൽ പോലും, ചെറിയ രീതിയിലാണെങ്കിൽ പോലും, സത്യനിഷേധികൾക്ക് പോലും ഹബീബായ തങ്ങളോട് സ്നേഹം വെച്ചത് കാരണം അല്ലാഹു തആല റഹ്മത്ത് ചൊരിഞ്ഞില്ലേ? ആരാണ് അബൂലഹബ്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, പടച്ച റബ്ബ് പേരെടുത്തുകൊണ്ട് ആക്ഷേപിച്ച ആളാണ് അബൂലഹബ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? മുഹമ്മദേ, നിനക്ക് നാശമെന്ന് പറഞ്ഞ് ശപിച്ചത് കാരണം ഹബീബാറ്റങ്ങൾ പ്രതീക്ഷയോടെ വിളിച്ചു വരുത്തിയ സദസ്സിൽ വെച്ചുകൊണ്ട് ഹബീബാറ്റങ്ങളെ മാനം കെടുത്തിയത് കാരണം അള്ളാന്റെ ശാപമേറ്റുവാങ്ങി. അവസാനം അബൂലഹബിന്റെ മരണമൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കണം. 2 മക്കളും അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഭാര്യ നേരത്തെ ഉപേക്ഷിച്ചു പോയി. വീട്ടിൽ ഒറ്റക്ക് കഴിയേണ്ടി വന്നു. ഏതോ ഒരു നിമിഷത്തിൽ അബൂലഹബ് മരണപ്പെട്ടു. മരിച്ച വിവരമാരും അറിഞ്ഞില്ല. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒറ്റക്ക് കഴിയുന്ന ആ വീട്ടിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ ശരീരമാകെ പുഴുവരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനൊന്ന് തൊടാൻ പോലും കഴിയാതെ ചീഞ്ഞ് ദ്രവിച്ചിരിക്കുന്നു. ആ ശരീരം എന്തു ചെയ്യണമെന്നറിയാതെ ആളുകൾ ഒരുമിച്ചുകൂടി മറവ് ചെയ്യണമല്ലോ, ഈ ദുർഗന്ധത്തിന് ശമനമുണ്ടാക്കണമല്ലോ. അവസാനം എന്തു ചെയ്തു എന്നറിയുമോ? അബൂലഹബ് കിടക്കുന്ന കട്ടിലിന്റെ അപ്പുറത്ത് ഒരു വലിയ കിടങ്ങുണ്ടാക്കിയിട്ട് ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട് ശവകല്ലറയിലേക്ക് തൂണ്ടിയിടുകയാണ്. ഇത്രമേൽ നിന്ദ്യമായ അന്ത്യം വരിക്കേണ്ടി വന്ന അബൂലഹബിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. ആ അബൂലഹബിനെ ഇതാക്കാൻ وتبت يداه والجحيم مخلدا أتى أنه في يوم الاثنين دائما يخفف عنه لسرور بأحمدا. ഹബീബാറ്റങ്ങൾ ജനിച്ച ദിവസം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമയെ മോചിപ്പിച്ചത് കാരണം അബൂലഹബിന് പോലും തിങ്കളാഴ്ച ദിവസം നരകത്തിലെ ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുന്നു. അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ഇത്ര മോശമായി മുത്തുനബിയെ ആക്രമിച്ച, മുത്തുനബിയെ മാനസികമായി പ്രയാസപ്പെടുത്തിയ, വിശ്വാസികൾക്ക് വലിയ പരിക്കേൽപ്പിച്ച, അവസാനം മോശമായി അന്ത്യം വരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അബൂലഹബിന് പോലും ഹബീബാറ്റങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചു. ഒറ്റ കാരണം കൊണ്ട് തിങ്കളാഴ്ച സുഖം അനുഭവിക്കാൻ, ആശ്വാസം അനുഭവിക്കാനാകുന്നുവെങ്കിൽ പേടിക്കണ്ട. فما الظن بالعبد الذي كان عمره بأحمد مسرورا ومتى موحدا. മുവഹിദായിട്ട് ഏകദൈവ വിശ്വാസിയായി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അന്ത്യം വരിക്കുകയോ ജീവിതത്തിലുടനീളം മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന മുഅ്മിനേ, പിന്നെ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നമുക്കുണ്ടാകും, നമുക്ക് സ്വർഗം അനുഭവിക്കാനാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ റബീഉൽ അവ്വൽ വരുമ്പോഴത്തേക്ക്
കുറേ ആൾക്കാർ നോട്ടീസും ബാനറായിട്ട് തരും. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നബിദിനം അനിസ്ലാമികം. ഓൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടാക്കും പഹയൻ. ശിശുദിനം ആചരിക്കും ചാച്ചാജി അനുസ്മരിച്ച്, ഇല്ലേ? ഇത് നോട്ടീസ് അടിക്കുന്ന സംഘടനൻ്റെ വാർഷികം ഉണ്ടാക്കും. സംഘടനൻ്റെ വാർഷികം ഉണ്ടാക്കണ സംഘടന ഉണ്ടായതിൻ്റെ കൊല്ലം തേക്കണല്ലേ? മനസ്സിലായണല്ലോ നിങ്ങൾക്ക്? വാർഷികം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജന്മദിനാഘോഷമല്ലേ? എല്ലാം ചെയ്യാം, മുത്തുനബിന്റെ കാര്യത്തിൽ മാത്രം ആ സന്തോഷമായിക്കൂടാ എന്ന് പറയുന്ന വല്ലാത്ത കുരുട്ടാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പുണ്യ റബീഇനെ വരവേൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം തയ്യാറാവുക. മുത്തുനബിയോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് ലിമിറ്റില്ല. ഉഹദ് യുദ്ധത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ പരിക്കേറ്റ് രക്തം കവിളിലൂടെ ഒലിക്കുമ്പോൾ ഹബീബായ തങ്ങളൊരു സ്വഹാബിയെ തൻ്റെ കവിള് തുടക്കാൻ തിരിഞ്ഞു കൊടുത്തു. ആ സമയത്ത് ആ സ്വഹാബി തുടക്കാൻ തുണിക്കഷ്ണം കൊണ്ടല്ല, നാവ് കൊണ്ടുവന്നു ആ കവിളിൽ നിന്ന് രക്തം തുടച്ചെടുത്ത് സ്വഹാബി ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇതാ ഒരു സ്വർഗാവകാശിയാണവനെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം മുത്തുനബിയുടെ ഒരംശം ദേഹത്തുള്ളവന് ഒരിക്കലും നരകം ഹറാമാ, അയാൾ രക്ഷപ്പെടുകയാ. എന്നാ പറയാൻ പറ്റുമോ? സ്നേഹമുള്ളവരൊക്കെ ചോരൊടിക്കണം എന്ന് പറഞ്ഞാൽ കുടുങ്ങൂലേ? മനസ്സിലാട്ടോ? സ്നേഹത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹാവൂല ഒരു പക്ഷെ ഇയാളെ ഭാര്യ കല്യാണം കഴിച്ചിട്ടില്ലേ എൻ്റെ ഭാര്യയോട് കാണിക്കുക. വ്യത്യാസമുണ്ട്, ആളുകളുടെ ഓരോ ഡീലിങ്സിൽ വ്യത്യാസമുണ്ട്. ബേസിക്കലി ഉള്ളിൻ്റെ സന്തോഷം അത് നിറഞ്ഞ മനസ്സോടെ പങ്കുവെക്കലാണ് എന്ത്? സ്നേഹം. അത് പല രീതിയിൽ കാണാം. മുത്തുനബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? ഖുർആൻ പറയുന്നുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ജീവനേക്കാൾ പ്രധാനം മുഹമ്മദ് മുസ്തഫ. സലാത്തു ഷറൈറ്റ് ചൊല്ലി, ജീവനേക്കാൾ പ്രധാനം മുഹമ്മദ് മുസ്തഫ. അതതിൻ്റെ പ്രത്യേകത. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്തിനാ? ജീവനാണ്. ജീവനോളം നമ്മൾ വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കൂല. കഴുത്തിൽ കത്തി വെച്ചിട്ട് എടുക്കട 1,00,000 ഉറുപ്പ്യാണ് ഈ നോട്ടില്ലാത്ത കാലത്ത് എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കൂലേ? മനസ്സിലായില്ലേ? നോട്ട് കിട്ടില്ല എന്നും പറഞ്ഞിട്ട് കാലം ചെക്ക് തരാറിയും, എന്നാലും വേണ്ടില്ല. എന്താണ്? എൻ്റെ ജീവൻ കിട്ടിയിട്ടല്ലേ ബാക്കിയൊക്കെ, അല്ലേ? ജീവന്റെ മുമ്പിൽ നമ്മളെല്ലാം അവഗണിക്കും. ഇപ്പോൾ തന്നെ എൻ്റെ ഇവിടെ ഒരു മുറി ഉണ്ടായി, മുറിവ് പറ്റി, പഴുത്തു, ഡ്രസ് ചെയ്തു, ആൻറ്റിബയോട്ടിക് തേച്ചു, ഓയിൻമെൻറ്റ് തേച്ചു, എന്നിട്ടൊന്നും മാറണില്ല. ഡോക്ടർ എന്നിട്ട് പറഞ്ഞു ഇത് മാറുന്ന കാര്യം കാണില്ല, അതുകൊണ്ട് നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ വന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം, രക്തം ഒന്ന് നോക്കണം. ഞാൻ രാവിലെ ഓടി സുബഹിസ്കരിച്ച് ലാബിൽ ചെന്നു. ഷുഗർ നോർമലല്ല. ഡോക്ടർ പറഞ്ഞു ഈസ് വെരി ഡേഞ്ചറാ, അതുകൊണ്ട് നിങ്ങളുടെ വിരൽ ഇവിടെ മുറിക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിരൽ മുറിക്കണം, വെറുതെ മുറിച്ച് തരൂല, 1,00,000 ഉറുപ്പിയും തരണം. ഒരു വിരലും വേണം, 1,00,000 ഉറുപ്പിയും വേണം. 1 മാസം ICU കിടക്കും വേണം. ICU എന്നാ പറയുന്നെങ്കിലും ഐ കാൺ സീ എന്നാണ് അതിനർത്ഥം. ICU എന്നാ പറയുന്നതെങ്കിലും ഐ ക്യാൻ സീ, എനിക്ക് കാണാൻ പറ്റൂല എന്നാ അതിൻ്റെ അർത്ഥം. നേഴ്സിന്റെ തരുന്ന മരുന്നനുഭവിച്ച് ആരെയും ഭാര്യയും മക്കളെയും കാണാതെ ചില്ലുകൂട്ടിൽ കിടക്കണം 1 മാസം. ഒരു വിരൽ പോണം, 1,00,000 ഉറുപ്പിയും പോണം. പരിശോധിച്ചു, ചികിത്സ തുടങ്ങി. വിരലല്ല കൈ മുറിക്കേണ്ടി വന്നു. 1,00,000 അല്ല 3,00,000 കിടക്കേണ്ടി വന്നു. ഒരാഴ്ച അല്ല 1 മാസം ആശുപത്രി കിടക്കേണ്ടി വന്നു. 1 മാസം കഴിഞ്ഞ് മുറിഞ്ഞ കൈയും 3,00,000 രൂപയും 1 മാസവും നഷ്ടപ്പെട്ടിട്ട് ഞാൻ പോരുമ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് ഞാൻ ലഡു കൊടുക്കുകയാണ്. നന്ദിയുണ്ട് ഡോക്ടറെ, എൻ്റെ കൈ മുറിച്ചതിന്, എൻ്റെ 3,00,000 മേടിച്ചു വെച്ചതിന്, 1 മാസം എന്നെ തടഞ്ഞു വെച്ചതിന്. അതിനല്ല, ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും എൻ്റെ ജീവൻ രക്ഷിച്ച ഡോക്ടറാ, ലോട്ട് ഓഫ് താങ്ക്സ്. അല്ലേ? മനസ്സിലായിട്ട് നിങ്ങൾക്ക്? അപ്പം ശരീരത്തെക്കാളും
സമ്പത്തിനേക്കാളും സമയത്തേക്കാളും നമ്മൾ വില കൊടുക്കുക എന്തിനാണ്? ജീവനാണ്. ജീവനേക്കാൾ പ്രധാനം. അങ്ങനെയാണ്, ജീവന് വലിയ വില കൊടുക്കും. ഈ ജീവനാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്നല്ല ഖുർആൻ പറഞ്ഞത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ജീവനേക്കാൾ പ്രധാനമുണ്ടാവണം മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് അലിയാർ തങ്ങള് ഹബീബായ തങ്ങളോടൊപ്പം അന്തി ഉറങ്ങുമ്പോ വീടിന്റെ വാതിൽക്കൽ 100ഓളം വരുന്ന പോരാളികള് ഊരിപ്പിടിച്ച വാളുമായ ഹബീബായ തങ്ങളുടെ തലയെടുക്കാൻ കാത്തിരിക്കുമ്പോ അലിയാർ തങ്ങൾ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങ് ആശങ്കപ്പെടരുതേ, അങ്ങ് വിഷമിക്കരുതേ, അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. പിന്നെ ചുവട്ടിലേക്ക് ഈ അലിയുടെ ദേഹത്തേക്ക് അങ്ങയുടെ പുതപ്പ അങ്ങ് വിരിച്ചേക്ക്, എന്നിട്ട് അങ്ങ് രക്ഷപ്പെടണേ. നാളെ പ്രഭാതത്തിൽ ദീനിന്റെ ശത്രുക്കൾ വേട്ടയാടുന്നുവെങ്കിൽ, അവിടെ വാളിനിരയാകുന്നുവെങ്കിൽ അലി ആയിക്കൊള്ളട്ടെ, അലിയുടെ കഴുത്ത് നീട്ടിക്കൊടുക്കാം. എന്നാലും ഹബീബാറ്റങ്ങളെ അങ്ങ് രക്ഷപ്പെടണേ എന്ന് പറഞ്ഞ് ഹസ്രത്ത് അലി ഹൈദർ റളിയല്ലാഹു തആല അൻഹു അവിടെ കാണിക്കുന്നത് ജീവനേക്കാൾ വലിയ പ്രാധാന്യം ആർക്ക് കൊടുത്തു? മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ സന്ദർഭത്തിൽ ഇതാ തൗറിലേക്ക് കടക്കുകയാണ്, തൗർ ഗുഹയിൽ വിശ്രമിക്കുകയാണ്. അങ്ങനെ എല്ലാ പഴുതുകളും അടക്കുന്നു. അവസാനം ഒരു പഴുത് ബാക്കിയാകുന്നു. അതിലാവട്ടെ ഒന്നും അടക്കാനില്ലാതിരുന്നപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാൽ അവിടെ ചേർത്തി വെക്കുന്നു. മടിയിൽ ഹബീബായ തങ്ങൾ ഉറങ്ങുകയാണ്. ചരിത്രത്തിൽ കാണാം, മുത്തുനബി ഒരു ഹിജ്റ പോകുമ്പോൾ സിദ്ദീഖ് എന്നവർ 3 ഹിജ്റ പോയി. കാരണം മുത്തുനബി മുമ്പിൽ നടക്കുമ്പോൾ സിദ്ദീഖ് എന്നവർക്ക് പേടി, പടച്ചോനെ ശത്രുക്കൾ മുമ്പിന്ന് വരുമോ. അപ്പൊ മുത്തുനബിന്റെ മുമ്പിൽ നടക്കുമ്പോൾ പേടി, പടച്ചോനെ പുറകുന്ന് ശത്രുക്കൾ വരുമോ. അപ്പൊ ബാക്കിൽ നിൽക്കുമ്പോൾ പേടി, പടച്ചോനെ വലതു ഭാഗത്തുനിന്ന് വരുമോ, ഇടത് ഭാഗത്തുനിന്ന് വരുമോ. അങ്ങനെ ഹബീബാട്ടങ്ങളെ വലയം വെച്ചുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് ഹിജ്റ പോകുന്നത്. മുത്തുനബിയുടെ കാലിലെ തൊലി ഉരിഞ്ഞു, ഹബീബാട്ടങ്ങളുടെ കാലിലെ തൊലി പോയി. ഹബീബാട്ടങ്ങളുടെ കാൽ ചുവട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ രക്തമൊഴുകാൻ തുടങ്ങി. മണൽപ്പരപ്പിൽ ഹബീബിന്റെ രക്തം കാണുമ്പോ സിദ്ദീഖ് കണ്ണ് നിറഞ്ഞു. അതിനെ ചുമലിലേറ്റിക്കൊണ്ട് ഹബീബാട്ടങ്ങളെ ചുമലിൽ വെച്ച് കൊണ്ടുപോകുന്നു അബൂബക്കർ സിദ്ദീഖ്. 2 വയസ്സിന്റെ വ്യത്യാസമേ തമ്മിലുള്ളൂ എന്നറിയണേ. 2 വയസ്സിന്റെ വ്യത്യാസമേ മുഹമ്മദ് തങ്ങളോ അതേപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തമ്മിലുള്ളൂ. എന്നിട്ട് ഹബീബാട്ടങ്ങൾക്ക് കാവലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് അടച്ചുവെച്ച മാളത്തിൽ നിന്ന് കാലിലേക്ക് പാമ്പ് കൊത്തുന്നു. 1 അല്ല 2 അല്ല, നിരന്തരം കൊത്തിക്കൊണ്ടിരിക്കുന്നു. വേദന കൊണ്ട് പുളയുകയാ. ശരീരത്തിലൂടെ വിഷം ഇരച്ചു കയറുകയാ. ശരീരം ഒരു നീല നിറമായി വേദന കൊണ്ട് പുളയുന്നു. കാലനക്കില്ല. ഹബീബ തങ്ങളെ ഉറക്കിന് ബുദ്ധിമുട്ട് വന്നില്ല. മരിച്ചു വീണാലും വേണ്ടില്ല, എന്റെ ഹബീബിന്റെ ഉറക്കിന് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവസാനം കവിളിലൂടെ ഒലിച്ചിറങ്ങിയ ഒരിറ്റി കണ്ണീർ മുത്തുനബിയുടെ കവിളിൽ ചെന്ന് പതിക്കുമ്പോ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ കണം കൊണ്ട് മുത്തുനബിയെ ഉണർത്തിയ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അവിടെ കാണുന്നത് മരിക്കുകയെങ്കിൽ മരിച്ചു കൊള്ളട്ടെ, എന്നാലും മുത്തുനബിയെ വിഷമിപ്പിക്കാൻ ആ സ്നേഹത്തിന് മുമ്പിൽ മരണത്തിന് പോലും തോൽപ്പിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ്. നോക്കണേ നിങ്ങൾ, തീർന്നില്ല. മഹാനായ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ വേട്ടയാടി കഴുമരത്തിന്റെ തൂക്കുമരത്തിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് ദാ കഴുത്തിലേക്ക് കയറൊരുക്കുമ്പോ കുരുക്കൊരുക്കുമ്പോ അവസാനം ചോദിക്കുന്നു, ഖുബൈബേ, നിന്റെ സ്ഥാനത്ത് നീ മുഹമ്മദിനെ ഒന്ന് പതിട്ടിപ്പിച്ചാൽ, മുത്തുനബി ഒന്ന് തള്ളിപ്പറഞ്ഞാൽ നിനക്ക് സുഖലോലുപതയുടെ പട്ടുമത്തയിൽ വിരാജിക്കാം, സുഖസുഷുപ്തിയിൽ ആറാടാം ഖുബൈബേ. ആ സമയത്താണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പാടുന്നത്. എന്താ പാടുന്നത്? എനിക്ക് നിങ്ങള്
എനിക്ക് നിങ്ങളെ പട്ടുമെത്ത് പൂമെത്ത് ഒരുക്കി തന്നിട്ട് കാര്യമില്ല, എന്നെ നിങ്ങളെ തൂക്കിലേറ്റിക്കോളോ, എന്നിട്ട് കൊന്ന് എന്നെ തുണ്ടം തുണ്ടമായി ചിതറിയെറിഞ്ഞാലും എന്നെ ഹബീബിന്റെ കാൽച്ചുവട്ടിൽ ഒരു ചെറുമുള്ളു തറക്കുന്നത് എനിക്ക് സഹിക്കില്ല, എനിക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. അവിടെ കാണുന്നത് ജീവനേക്കാളും ഹബീബായ തങ്ങളെ സ്നേഹിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്വഹാബത്ത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഹബീബായ തങ്ങളുടെ എന്ന കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഫാത്തിമ വീട് വിട്ടിറങ്ങി പോകുമ്പോ അവസാനം സലാം ചൊല്ലിയ ഫാത്തിമയോടാ. വീട്ടിലേക്ക് കയറി വരുമ്പോ മുത്തുനബിക്ക് ആദ്യം കാണേണ്ടത് പൊന്നുമോള് ഫാത്തിമയാണ്. ഫാത്തിമയില്ലാത്ത ജീവിതം കെട്ടിച്ചയച്ച ദിവസം പോലും ഫാത്തിമയുടെ മണിയറയിൽ ചെന്നിരുന്ന് ആ ഉപ്പയെ കാണാത്ത വേദനയിൽ പെടയുന്ന മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന, മകളെ വേർപിരിഞ്ഞ ഉപ്പയുടെ സങ്കടത്തിന് പരിഹാരം കാണുന്ന മുഹമ്മദ് മുസ്തഫ മരണത്തിന്റെ വഫാത്തിന്റെ സന്ദർഭത്തിലാണ് ഫാത്തിമ ബീവി പൊട്ടിക്കരയുന്നു. ആ കർബാബട്ട, എന്റെ പിതാവിന്റെ പ്രയാസമേ എന്ന് നിലവിളിക്കുമ്പോ പൊട്ടിക്കരയുമ്പോ ഹബീബാ തങ്ങൾ ഫാത്തിമ ബീവിയുടെ ചെവിയിൽ ഒരു ചെറിയ മന്ത്രം എന്താ പറയുന്നത്? ഫാത്തിമ, കരയണ്ട പൊന്നേ, കരയണ്ട. നീ എന്റെ കുടുംബത്തിൽ നീ ആദ്യം എന്നോട് ചേരുന്നത്, ആദ്യം മരിക്കുന്നത് പൊന്നേ ഫാത്തിമ നീയാണ് മോളെ എന്ന് പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോ ഫാത്തിമ ബീവി പുഞ്ചിരിക്കുകയാണ്. നമ്മളൊക്കെയാണെങ്കിലുള്ള സ്ഥിതി എന്തായിരിക്കും? വാപ്പ മരിക്കുമ്പോ നമ്മൾ കരയുമ്പോഴാണ് വാപ്പ അമ്മോട് പറയുന്നു, എടാ നാളെ ജു മരിക്കാണ്. നമ്മളെ കരച്ചിൽ ഒന്നും കൂടി ഊക്കുകൂടെ ഇല്ലയ്യ, മനസ്സിലാണ്ടോ അല്ലേ? എന്നാൽ ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. കാരണം ഹബീബില്ലാത്ത ജീവിതം മരണ ജീവിതത്തെക്കാൾ ഉത്തമ മരണമാണെന്ന തിരിച്ചറിവാണ് ജീവനേക്കാളേറെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനായി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹ, ബിലാൽ റളിയല്ലാഹു തആല അൻഹ. ബിലാൽ റളിയല്ലാഹു തആല മുത്തുനബി ഇല്ലാത്ത മദീനയിൽ ബാങ്ക് വിളിക്കാനായില്ല. ഹബീബായ തങ്ങൾ വഫാത്തായി എന്ന് കേൾക്കുമ്പോ ഇന്നാ ലില്ലാഹി. പിന്നീട് മിനാരത്തിലേറി ബാങ്ക് വിളിക്കാൻ പറഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വിതുമ്പിക്കരയോ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുറക്കെ പറയാൻ കഴിയാത്ത വിധത്തിൽ ഹബീബായ തങ്ങളുള്ള സ്നേഹം കൊണ്ട് മനസ്സ് നിറച്ച അശ്ഖേ റസൂൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു സ്നേഹിച്ചത് ജീവനേക്കാളേറെ ഹബീബായ തങ്ങളെയാണ്. എങ്ങനെ സ്നേഹിക്കാതിരിക്കുക? സ്നേഹത്തിന്റെ മാനദണ്ഡം എന്തൊക്കെയാണ്? സൗന്ദര്യശാസ്ത്രജ്ഞർ പറയുന്നതെല്ലാം ഒത്തൊരുമിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി. നല്ല സൗന്ദര്യമുള്ള ഒരു പുഷ്പത്തോട്, ഒരു പെൺകുട്ടിയോട്, ഒരു ആൺകുട്ടിയോട്, ഒരു പരിസ്ഥിതിയോട്, ഒരു ചിത്രത്തോട് നമുക്ക് താല്പര്യം തോന്നും അല്ലേ? സൗന്ദര്യം ഇഷ്ടം തോന്നാനുള്ള കാരണം. എങ്കിലോ ഹബീബായ തങ്ങള് സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നില്ല. മത്തായ പാടാണ്. കൂരിരുട്ടാർന്ന രാത്രിയിൽ ഹബീബെ അങ്ങ് വന്നാൽ ഒരു കത്തിച്ചു വെച്ച വിളക്കിന് സമാനമാ മുഹമ്മദ് മുസ്തഫ. ഇത് വെറുതെ പറയില്ല. ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ 14-ാം രാവിന്റെ അന്ന് ഇങ്ങനെ നിലാവുള്ള രാത്രിയിൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുക. അപ്പോഴാണ് ഹബീബായ തങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. പെട്ടെന്നൊരു വെളിച്ചം ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ മുഖത്ത് വരികയാണ്. ആ സമയത്ത്
ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ തങ്ങളെ കണ്ട മാത്രമേ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ രണ്ടു ചന്ദ്രനെയും ഒന്ന് നോക്കി. എന്റെ കൺമുമ്പിലുള്ള പുണ്യഭൂമേനി മുഹമ്മദ് മുസ്തഫ, ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ ഏതിനാ ഏറ്റവും കൂടുതൽ തെളിച്ചവും തിളക്കവുമുള്ളതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആകാശത്തുള്ള ചന്ദ്രനിലല്ല, ഫി വജ്ഹി റസൂലില്ലാഹ്. എവിടെയാണ് നബിയുനാ റസൂലുള്ളാഹി? ചന്ദ്രനേക്കാളും വലിയ തെളിച്ചം. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയണല്ലോ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തുണി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂചി നിലത്ത് വീണു, വിളക്കും കെട്ടു. ഇങ്ങനെ തപ്പിയോണ്ടിരിക്കുകയാണ്, സൂചി ഇപ്പൊ കിട്ടുമെന്ന് എഴുതിയിട്ട്. ഇപ്പൊ ഖദീം റസൂലുള്ളാഹ്, അപ്പോഴാണ് ഹബീബായ തങ്ങൾ വന്നത്. ഉടനെ തന്നെ സൂചി ഇങ്ങോട്ട് തിളങ്ങി, ടോർച്ചടിച്ച പോലെ. മനസ്സിലാണ് നിങ്ങൾക്ക്? സൂചി ഇങ്ങോട്ട് തിളങ്ങി. ആ തിളക്കത്തിൽ മുത്തുനബിന്റെ വെളിച്ചത്തിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്തു? ആ സൂചി എനിക്ക് തപ്പാതെ എടുക്കാൻ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെളിച്ചമായിരുന്നു. അത് തന്നെയാ, ഇന്ന ബഹിതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജുൻ ഇലസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഒരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വെളിച്ചത്തിന് അവിടെ എന്ത് വേണ്ട? വിളക്ക് വേണ്ട. നബി തങ്ങൾ വെളിച്ചായിരുന്നു. ഖുർആനും പറഞ്ഞ അങ്ങനെ തന്നെയാണ്, സിറാജം മുനീറ, കത്തിച്ചു വെച്ച പ്രോജ്വലമായ വിളക്കെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് അത് കാണാമായിരുന്നു. ഇനി അതേപോലെ തന്നെ ആളെ ഇഷ്ടം തോന്നാനുള്ള രണ്ടാമത്തെ ഘടകം എന്താ? നല്ല സ്വഭാവമുള്ള ആളെ ഇഷ്ടപ്പെടും. നല്ല സ്വഭാവമുള്ള ആൾക്കാരെ, ശരീരം സൗന്ദര്യം മോശമാണെങ്കിലും സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിൽ ആളെ ഇഷ്ടപ്പെടും. ആ നിലക്കാണെങ്കിലും നമ്മൾ മുത്തുനബിയെ കുറിച്ച് അല്ല പറയുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങയുടെ സ്വഭാവം അത്യുത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന് ഒക്കുന്ന സ്വഭാവം ലോകത്തൊരാൾക്കും കിട്ടിയിട്ടില്ല. അതാണ് ബൂസൂരി തങ്ങളും പാടിയുടെ ഫഖൻ നബിയന ഫീഹി ഖൽഖിൻ വഫീ ഖുലുഖിഹി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സല്ലി വസാ. فَقَ النَّبِيِّينَ فِيهِ خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُهُ فِي عِلْمٍ وَلَا كَرَمٍ. അറിവ് കൊണ്ട്, ഔന്നത്യം കൊണ്ട്, സൃഷ്ടിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ട് പൂർവപ്രവാചകന്മാരെ മറികടന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നില്ല. സൃഷ്ടിപ്പിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഹബീബായ തങ്ങളുടെ ശരീരത്തിന് നിഴലുണ്ടായിരുന്നില്ല. നേലുള്ളതൊന്നും മുത്തുനബിൻ്റെതും അല്ല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേലുള്ളതൊന്നും മുത്തുനബിൻ്റെതും അല്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് വടിച്ചെടുക്കുന്ന വിയർപ്പ്, ഉച്ചി വീഴുന്ന വിയർപ്പിന് കസ്തൂരിയേക്കാൾ വലിയ സുഗന്ധം ഉണ്ടായിരുന്നു. ഇവിടെ നബി തങ്ങൾ സാധാരണ മനുഷ്യനാന്നൊക്കെ പറയണം, അവൻ്റെ പിന്നെ ശരീരത്തിന് കുറച്ച് വേർപ്പൊന്നും എടുത്ത് കുപ്പിയിലാക്കി വെക്കണം. എന്തിനാ വേർപ്പെടുത്ത് കുപ്പിയിലാക്കണേ? 2 ദിവസം ഇട്ട കുപ്പായത്തിൻ്റെ അടുത്ത് കൂടി നടന്നു പോയാൽ മതി. പോയമാര് ഒരന്തമില്ലാതെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനായിരുന്നു. മഹാശവക്കല്ല, അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, സൃഷ്ടിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ട്, ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട്, ഔന്നത്യം കൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടക്കാൻ ലോകത്തിൽ പ്രവാചകന്മാർക്കായിട്ടില്ല. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم
മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസമി. അങ്ങനെയാണ് ഔന്നത്യത്തിന്റെ സകല സദ്ഗുണങ്ങളും സമ്മേളിച്ചു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിന് സമാനനെ കണ്ടെത്താൻ, അതിന് പങ്കാളിയെ കണ്ടെത്താൻ എത്ര മെനക്കെട്ടാലും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ തങ്ങളെ പുകഴ്ത്തി വരല്ലാം ബദറു അലൈനാ മിൻ സനിയത്തിൽ വഹദായി വജബ ശുക്രു അലൈനാ മദാലില്ലാഹി ദായി അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംറിൽ മുതഹായി. മദീനയിലെ കൊച്ചുകുട്ടികൾ ദപ്പുമുട്ടിക്കൊണ്ട് പാടുന്നത്, ഞങ്ങളിലേക്കിതാ പൗർണമി ഉദയം ചെയ്തിരിക്കുന്നു, പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു. എന്തൊരു ഹർഷാരവത്തോടുകൂടെയാ, വല്ലാത്ത ആഹ്ലാദത്തോടുകൂടെയല്ലേ മദീന നിവാസികൾ ഹബീബായ തങ്ങളെ വരവേറ്റത്. അങ്ങനെ മുഅ്മിനങ്ങനെ അങ്ങനെ പറയാൻ പറ്റും. അതിനല്ലേ ഇപ്പം നമ്മളും പാടുന്നത് ദലാൽ ബദറു, പൗർണമി ഉദയം ചെയ്തു എന്നർത്ഥം വരുന്ന കവിത മദീനയിലെ കൊച്ചുകുട്ടികൾ അൻസാരികൾ പാടുന്നുവെങ്കിൽ നമ്മളും പാടുന്നു അശ്റഖൽ ബദറു അലൈനാ ഫഖ്തഫat മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാമു അലൈക്കും. അശ്റഖൽ ബദറു അലൈനാ, പൗർണ്ണ ഞങ്ങളിലേക്ക് ഉദയം ചെയ്തിരിക്കുന്നു. ഫഖ്തഫത് മിൻഹുൽ ബുദൂറു, അതോടുകൂടെ ലോകത്തുള്ള എല്ലാ ചന്ദ്രനും അപ്രത്യക്ഷമാകുന്നു, അപ്രധാനമാകുന്നു. മിസ്ല ഹുസ്നിക മാ റഅയ്ന ഖത്തു യാ വജ്ഹ സുറൂരി. നബിയെ ഇതുപോലത്തെ ഒരു വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. മാത്രമല്ല അൻത ശംസുൻ അൻത ബദറുൻ أنت نور فوق نوري أنت كثير وغالي أنت مصباح الصدور. നോക്കണേ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻത ശംസുൻ, നബിയെ അങ്ങ് സൂര്യനാ. അല്ല അന്ത ബദറുൻ, നബിയെ അങ്ങ് ചന്ദ്രനാണ് നബിയെ. അന്ത നൂറും ഫൗഖ നൂരി, അങ്ങ് പ്രകാശത്തുമേൽ പ്രകാശമാണ് നബിയെ, പ്രകാശത്തുമേൽ പ്രകാശം. കാരണം സൂര്യൻ തോറ്റുപോകുന്നിടത്ത് വിജയിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അതെവിടെയാ? അൻത കസീറും വഗാലി അൻത മിസ്ബാഹു സുദൂരി. സൂര്യന് ഹൃദയങ്ങളെ ദീപ്തമാക്കാൻ കഴിയില്ല, ഹൃദയങ്ങളിൽ വെളിച്ചം നൽകാൻ കഴിയില്ല. അതാണ് ഈ പ്രപഞ്ച ബാഹ്യഘടകത്തിൽ വെളിച്ചം നൽകാനാണ് സൂര്യന് കഴിയുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഭൗതികമായ ഘടകത്തിൽ മാത്രമല്ല ആത്മീയ തലങ്ങളിൽ ഹൃദയാന്തരങ്ങളിലേക്ക് നന്മയുടെ വെളിച്ചം എത്തിക്കാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം കൊണ്ട്, സ്വഭാവം കൊണ്ട്, സ്വാധീനം കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സ്വാധീനം കൊണ്ട് ലോകത്ത് മോർ ഇൻഫ്ലുവൻസ്ഡ് ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളിൽ ഓരോരുത്തരും ഓരോ വിപ്ലവകാരിയും പരിഷ്കർത്താവും അവരുടെ ചെറിയ ചെറിയ വൃത്തങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ
ജീവിതത്തിന്റെ നിഖിലഘട്ടങ്ങളെയും നിഖില മേഖലകളെയും ലോകത്തുള്ള സകലമാന സമസ്യകൾക്കും പൂരണമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലനിൽക്കാനാകുന്നത് ലോകത്തൊരു വിപ്ലവകാരിക്കും അവകാശപ്പെടാൻ കഴിയാത്തതാ. അടിമവിമോചകനായ എബ്രഹാം ലിങ്കനെ ഉയർത്തിക്കാണിക്കുമ്പോൾ, സ്ത്രീ വിമോചകനായിട്ട് ഫെമിനിസ്റ്റുകൾ കടന്നു വരുമ്പോൾ, തൊഴിലാളി വിമോചകനായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അതുമായി അതിന്റെ ലെനിനും കാൾമാക്സും ഒക്കെ ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ, വ്യാവസായികമായ വിപ്ലവങ്ങൾ കാണിച്ചു കൊടുത്ത വലിയ വലിയ പരിഷ്കർത്താക്കൾ, ലോകത്തെ അഗ്രികൾച്ചർ കൃഷിയുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളിൽ വലിയ പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭകളും അതേപോലെ പരിഷ്കർത്താക്കളും കടന്നു വരുമ്പോ, പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ഫിലോസഫിയിലും തത്വചിന്തയിലും തത്വശാസ്ത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോ, പക്ഷേ എല്ലാ മേഖലകളും കൈവച്ച മേഖലകളിലെല്ലാം ഉന്നതമായ വിജയം നേടിയ ഒരേ ഒരാൾ മുഹമ്മദ് മുസ്തഫ. ഇതാണ് മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത്. He was the only man who was supremely successful on both religious and secular level. മതേതര സംവിധാനത്തിൽ പൂർണ്ണമായും വിജയം വരിച്ച ഒരാളെ ഞാൻ കണ്ടു. അത് പ്രൊഫറ്റ് മുഹമ്മദ്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും ശൂന്യമല്ല, എല്ലായിടത്തും തിളങ്ങി നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അറിവോ, ലൗ തഅലമൂന മാ അലം ലളഹിത്തും ഖലീലാ വലബകൈതും കതീറാ ഹബീബുനാ റസൂലുള്ളാഹി. എൻ്റെ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കും, കൂടുതൽ കരയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അന മദീനത്തുൽ ഇൽമ വഅലിയും ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ നഗരമാണെന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. അതിലേക്കുള്ള ഗേറ്റാണ് അലിയാർ തങ്ങളെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി. അറിവ് കൊണ്ട്, സ്വഭാവത്തിന്റെ മഹത്വം കൊണ്ട്, ഇന്നക ലഅലാ ഖുലുഖിൻ എന്ന് പടച്ചോനായി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് തീർന്നില്ല. സൗന്ദര്യം കൊണ്ട്, സ്വാധീനം കൊണ്ട്, ഇനി ലോകത്ത് എന്തെല്ലാം മാനദണ്ഡമുണ്ടോ അതിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നു ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളെ സ്നേഹിക്കാനല്ലാതെ ഒരു വിശ്വാസിക്ക് കഴിയില്ല. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ തയ്യാറാക്കുക. പിന്നെ ലോകത്തിന്റെ കാരുണ്യം, സ്നേഹവും കാരുണ്യം കൊണ്ട് ലോകത്തൊരാൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി. കേവലം ഏതെങ്കിലും വിഭാഗത്തോടല്ല. അതല്ലേ ലോകം കൗതുകത്തോടെ ശ്രീനാരായണ ഗുരുസ്വാമികളൊക്കെ ഹബീബായ തങ്ങളെ വാനോളം പുകഴ്ത്താനുണ്ടായ കാരണം, യുദ്ധഭൂമിയിലേക്ക് അനുയായികളെ കൊണ്ടുപോകുമ്പോൾ ഉറുമ്പരിക്ക് തടവ് നിർത്തി സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്പനേരം കാത്തിരിക്കാം, ആ ഉറുമ്പൊന്ന് വരിയായിക്കൊള്ളട്ടെ. ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാ പറയുന്നത്, ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള ഒരനുകമ്പയും സദാ, ഒരു പീഡനം ഉറുമ്പിന് പോലും ഏൽപ്പിക്കരുതേ എന്നാഗ്രഹിച്ച ഷഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ലോകത്തിന് അനുഗ്രഹമായ ലോകത്തിന്റെ അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു.